പ്രൈസ് ദി ലോർഡ്. മിസ്ബ ഫോറിലേക്ക് എവരെയും യേശുനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നമ്മൾ വചനം കേട്ടും പ്രാർത്ഥിച്ചും ഈ കാലഘട്ടത്തിൽ നമ്മുടെ ദൗത്യത്തെക്കുറിച്ചുള്ള തിരിച്ചറിവിലേക്ക് വരികയായിരുന്നു. പ്രിയപ്പെട്ടവരെ, 8 നോയമ്പിൻ്റെ ഈ ദിവസങ്ങളിൽ എന്തുകൊണ്ടാണ് നമ്മൾ വീണ്ടും മിസ്ബയുടെ 1-ാം വാർഷികത്തിൽ ഒരുമിച്ച് വന്ന് പറഞ്ഞാൽ, 8 നോയമ്പ് ആരംഭിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ടിപ്പു സുൽത്താൻ അദ്ദേഹത്തിൻ്റെ പടയോട്ടത്തിൻ്റെ സമയത്ത് ഓരോ ദേശങ്ങളും കീഴടക്കി വരികയാണ്. എവിടെയെല്ലാം കീഴടക്കുന്നോ അവിടെയെല്ലാം നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നു. പുരുഷന്മാരെ കൊല ചെയ്യുന്നു, സ്ത്രീകൾ തകർക്കപ്പെടുന്നു, ബലാത്സംഗം ചെയ്യപ്പെടുന്നു. ഈ വാർത്തയറിഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട അമ്മമാർ ആ ദുരന്തം നമ്മുടെ സമുദായത്തിൽ, സഭയിൽ സംഭവിക്കാതിരിക്കുവാൻ, നമ്മളായിരിക്കുന്ന ദേശത്ത് സംഭവിക്കാതിരിക്കുവാൻ അമ്മമാർ ഒരുമിച്ച് കൂടി പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചു. 8 ദിവസം നോയമ്പെടുത്ത് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, ആ പ്രാർത്ഥനയുടെ ഫലമായി ദൈവത്തിൻ്റെ അനന്ത കരുണ, സ്വർഗം ഇടപെട്ട് നമ്മുടെ ദേശം, നമ്മളായിരിക്കുന്ന സ്ഥലം അനുഗ്രഹിക്കപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇതുപോലൊരു സാഹചര്യം നമ്മുടെ ചുറ്റുപാടും നിറഞ്ഞു നിൽക്കുകയാണ്. മീഡിയയിലൂടെ നാം തിരിച്ചറിയുന്നു, നമ്മളായിരിക്കുന്ന ഈ കൊച്ചു കേരളം പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ സ്വാധീനം എല്ലാ മേഖലയിലും എത്തിയിരിക്കുന്നു എന്ന സത്യം. ഈ സത്യം തിരിച്ചറിഞ്ഞ് നമ്മൾ തൻ്റെ ഇടത്തോടുകൂടി പ്രതികരിക്കാനും പ്രതിരോധിക്കുവാനും സർവശക്തനായ ദൈവം ഈ മിസ്ബ പ്രോഗ്രാമിലൂടെ നമ്മളെ ക്ഷണിക്കുകയാണ്. എസ്രായുടെ പുസ്തകത്തിൽ 1-ാം അധ്യായം, എസ്രാ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 5 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. ജെറമ്യാ പ്രവാചകനിലൂടെ അരുളി ചെയ്ത സംഭവം. അതിനുശേഷം ജെറമ്യാ പ്രവാചകനിലൂടെ അരുളി ചെയ്തു. അത് എന്ത് ചെയ്യുന്നു? അന്നത്തെ രാജാവ് വർഷങ്ങൾക്ക് ശേഷം എന്ത് ചെയ്തു? പേർഷ്യ രാജാവായ സൈറസിനെ അവൻ്റെ 1-ാം ഭരണപക്ഷം കർത്താവ് പ്രചോദിപ്പിച്ചു. അതെ, ഒരു പ്രവാചകൻ പ്രവചിച്ച് വർഷങ്ങൾക്ക് മുമ്പ്, എന്നിട്ട് ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴേക്കും ഒരു രാജാവിനെ ദൈവം പ്രചോദിപ്പിക്കുകയാണ് ദേവാലയ നിർമ്മാണത്തിന് പോയി പങ്കെടുക്കുവാൻ. പ്രിയപ്പെട്ടവരെ, ഈ രാജാവ് വഴി ആഹ്വാനം ലഭിച്ചപ്പോൾ അതിൻ്റെ 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ വായിക്കുന്നു: അപ്പോൾ യൂദയായുടെയും ബെഞ്ചമിൻ്റെയും ഗോത്രതലവന്മാരും പുരോഹിതരും ലേവ്യരും ദൈവത്താൽ ഉത്തേജിതരായി ജെറുസലേമിലെ കർത്താവിൻ്റെ ആലയത്തിൻ്റെ പുനർനിർമ്മാണത്തിന് പുറപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ഈ ഒരു കാലഘട്ടത്തിൽ സഭയെ പണിതുയർത്തുവാൻ, തിന്മയിൽ നിന്ന് സഭയെ സംരക്ഷിക്കുവാൻ ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ചിരിക്കുകയാണ്. ഇത് നമുക്കറിയാം. ചുറ്റുപാട് നോക്കുമ്പോൾ താലിബാൻ പോലെയുള്ള മുന്നേറ്റങ്ങൾ ലോകമെമ്പാടും മനുഷ്യകുലത്തിനും സർവ്വജനത്തിൻ്റെ നാശത്തിനു വേണ്ടി രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ചരിത്രം അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലൊരു പ്രവർത്തനമായിരുന്നു പ്രിയപ്പെട്ടവരെ 1921 മലബാർ കലാപത്തിൽ നടന്നത്. അതൊരു സ്വാതന്ത്ര്യ സമരമായിട്ടാണ് ഒരുപക്ഷെ നമ്മൾ സ്കൂളുകളിൽ പഠിച്ചതെങ്കിലും ഈ അടുത്ത നാളിൽ ഒരു സത്യം തിരിച്ചറിഞ്ഞു. അതൊരു സ്വാതന്ത്ര്യ സമരമല്ലായിരുന്നു, മറിച്ച് ഇസ്ലാം രാഷ്ട്രം സ്ഥാപിക്കുവാൻ, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ശക്തമായ അധിനിവേശത്തിലൂടെയുള്ള പ്രവർത്തനമായിരുന്നു വന്നത്. പ്രിയപ്പെട്ടവരെ, ഈ സത്യം നമ്മൾ കുറേ കൂടെ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു, സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യണം. അതെ, മലബാർ കലാപത്തിൽ എന്താണ് സംഭവിച്ചത്? ആ സത്യം നാം തിരിച്ചറിയണം. ആ കാലഘട്ടങ്ങളിൽ പ്രിയപ്പെട്ടവരെ, അനേകം മലബാർ മേഖലയിൽ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ട പൂർവികർ ഓടി രക്ഷപ്പെട്ടവരുണ്ട്. ആ നാളുകളിൽ വധിക്കപ്പെട്ടവരുണ്ട്, തകർക്കപ്പെട്ടവരുണ്ട്, നശിപ്പിക്കപ്പെട്ട ജനസമൂഹമാണ് നമ്മുടെയും. ഈ സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ആ സത്യം നമ്മൾ അറിയുമ്പോൾ ഈ ഒരു കാലഘട്ടം വീണ്ടും ചരിത്രം അല്ലെങ്കിൽ തിന്മ നിറഞ്ഞ ഇത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി പ്രിയപ്പെട്ടവരെ, നമ്മൾ മിസ്ബ 4-ൽ ഈ 3-ാം ദിവസം മലബാർ കലാപത്തെക്കുറിച്ച് നമ്മൾ ചരിത്രം മനസ്സിലാക്കുകയാണ്. ഞങ്ങൾ ഇപ്രകാരം ഈ ചരിത്രം ജനങ്ങൾ അറിയണമെന്ന് ആഗ്രഹിച്ചപ്പോൾ, ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം കാണിച്ചു തന്ന വ്യക്തിയാണ് അലി അക്ബർ. അദ്ദേഹം ഈ മേഖലയിൽ സത്യസന്ധമായിട്ട് പഠിക്കുകയും അദ്ദേഹം ഈ സത്യം ലോകത്തോട് പറയുകയും അത് ലോകം എത്രമാത്രം സത്യം തിരിച്ചറിയാൻ വേണ്ടി അദ്ദേഹം ഒരു സിനിമ നിർമ്മിക്കുകയും ചെയ്യുന്നുണ്ട്.
അതിൻ്റെ വെളിച്ചത്തിലാണ് അദ്ദേഹം ഈ 4-ാം ദിവസം നമ്മളോട് സംസാരിക്കുകയാണ്. എന്താണ് അവിടെ സംഭവിച്ചത്? അങ്ങനെ ഒരു മുന്നേറ്റം വീണ്ടും വന്നാൽ എന്താണ് സംഭവിക്കാൻ സാധ്യതയുള്ളത്? ഈ സത്യം തിരിച്ചറിയുവാൻ ദൈവം നമ്മളെ വിളിക്കുന്നു. ഇത് നിങ്ങളോട് പറയാൻ കാരണം, ഈ സമയത്ത് നിങ്ങൾ ജാഗ്രത പുലർത്തുവാൻ, ഈ സംഭവത്തെക്കുറിച്ച് തിരിച്ചറിവ് ലഭിക്കുവാൻ, അതോടൊപ്പം സകല ജനങ്ങൾക്കും ഈ ഒരു മേഖലയിൽ മനസ്സിലാക്കുവാൻ. കാരണം ഈ മേഖല മനസ്സിലാക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ ദേശത്തെ നശിപ്പിക്കുന്ന, രാഷ്ട്രത്തെ നശിപ്പിക്കുന്ന ഈ നെഗറ്റീവായ കാര്യങ്ങൾ സംഭവിക്കാതിരിക്കുന്നത്. അതിനാൽ ഈ സത്യം നമുക്ക് തുറന്ന മനസ്സോടുകൂടി കേൾക്കാം, തുടർന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. സർവശക്തനായ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളെ തൊട്ടുണർത്തുവാൻ, സഭയെ പണിതുയർത്തുവാൻ, സഭയെ സംരക്ഷിക്കുവാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹപൂർവ്വം നമുക്ക് അലി അക്ബറിൻ്റെ പ്രസംഗത്തിലേക്ക് പ്രവേശിക്കാം. പ്രൈസ് ദി ലോർഡ്. ഷെക്കൈന ന്യൂസിൻ്റെ ആനുകാലിക പ്രസക്തിയുള്ള വിഷയങ്ങൾ അവതരിപ്പിക്കുന്ന മിസ്ബ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്ന വിഷയം 1921 മാപ്പിള കലാപമാണോ, കാർഷിക വിപ്ലവമാണോ, സ്വാതന്ത്ര്യ സമരമാണോ എന്നുള്ള വിഷയമാണ്. ഈ വിഷയത്തെക്കുറിച്ച് ഈ 3 രീതിയിലുള്ള ചരിത്രങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. ആ ചരിത്രങ്ങളിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ ഏത് ചരിത്രത്തിനാണ് മുൻതൂക്കമുള്ളത് എന്ന് നമ്മൾ കണ്ടെത്തണം. ഇതിൽ ആദ്യ ചരിത്രം എന്ന് പറയുന്നത് 1922 തന്നെ പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ നിന്നുള്ളതാണ്. 21 കഴിഞ്ഞ് 22, 23 കാലഘട്ടത്തിൽ പ്രസിദ്ധീകരിച്ച പുസ്തകം. പിന്നീട് മാധവൻ നായർ, ഈ ചരിത്രത്തോടൊപ്പം നടന്ന മാധവൻ നായർ എഴുതിയ പുസ്തകം. അതിനുശേഷം 1960-നും 80-കളിലും ഇപ്പോൾ 2000-ലും ഒക്കെ എഴുതിയ ചരിത്രം. ഈ ചരിത്രങ്ങൾക്ക് വ്യത്യസ്ത സ്വഭാവങ്ങളുണ്ട്. ആ ചരിത്രകാരന്മാർക്കും വ്യത്യസ്ത സ്വഭാവങ്ങളുണ്ട്. അവർ ചില പക്ഷത്ത് നിന്നുകൊണ്ടാണ് ഈ ചരിത്രത്തെ വീക്ഷിച്ചത്. ഞാൻ നേരെ മറിച്ച് ഈ പുസ്തകങ്ങളെയൊക്കെ നിരാകരിക്കുകയാണ്. ഈ പുസ്തകങ്ങളൊന്നുമില്ലാതെ എനിക്ക് ഇന്നും, അതായത് പുഴ മുതൽ പുഴ വരെ എന്നുള്ള സിനിമയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ആ പുഴ എന്ന് പറയുന്നത് ഒന്ന് ഭാരതപ്പുഴയാണ്, രണ്ടാമത് ചാലിയാർ പുഴയാണ്. ഈ ഭാരതപ്പുഴയും ചാലിയാർ പുഴയും തമ്മിലുള്ള ദൂരം ഇന്ന് ഏത് ഗവേഷകനും ഒന്ന് സഞ്ചരിക്കാവുന്ന ദൂരമാണ്. 1921 എങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ അടയാളങ്ങൾ ഈ പ്രദേശത്തുണ്ട്. അന്ന് കൊത്തിയരിഞ്ഞ പാടുകൾ, ഇടിച്ചിട്ട മുറിപ്പാടുകൾ, അതേപോലെ തന്നെ ഈ 100 കൊല്ലം കഴിഞ്ഞിട്ടും കാലം വായിക്കാത്ത ഉരലിൻ്റെ ഇടിയുടെ പാടുകൾ, ഉലക്കയുടെ ഇടിയുടെ പാടുകൾ, ഇതൊക്കെ തന്നെയും ഒരുപാട് തറവാടുകളിലുണ്ട്. 2ാം തലമുറ, അതായത് 1921 മരണപ്പെട്ട, കൊല്ലപ്പെട്ട, ഓടിപ്പോയ തലമുറയുടെ 2ാം തലമുറ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. അച്ഛൻ്റെ അച്ഛൻ പറഞ്ഞ കഥകൾ നമുക്ക് മുഖവിലക്കെടുത്ത് വെക്കൂ. അല്ലാതെ ഇന്ന് ഈ കാർഷിക വിപ്ലവം അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരം, ലഹള, ഇങ്ങനെ 3 തരത്തിലുള്ളതിൽ ഏതിനെ വിശ്വസിക്കണമെന്ന് നമുക്ക് ഇവരോട് ചോദിച്ചാൽ അനുഭവസ്ഥരുടെ തലമുറ പറയുന്ന കാര്യങ്ങളാണ് ശരിയെന്ന് വെക്കേണ്ടി വരും. ആ അനുഭവസ്ഥരെ വിട്ടിട്ടാണ് പുസ്തകങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതാ നോക്കൂ EMS എഴുതി ഇങ്ങനെ. EMSന് 1921 12 വയസ്സാണുള്ളത്. കോട്ടി കളിച്ച് നടക്കുന്ന പ്രായം. ആ കോട്ടി കളിച്ച് നടന്ന EMS എഴുതിയ പുസ്തകമാണോ സമരത്തിൻ്റെ നടുവിലൂടെ നടന്ന ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ കൂടെ നടന്ന, അതിന് തുടക്കം കുറിച്ച മാധവൻ നായർ എഴുതിയ പുസ്തകത്തെയാണോ വിശ്വസിക്കേണ്ടത് എന്നുള്ള ചോദ്യവും മറ്റൊരു ചോദ്യമായിട്ട് നമ്മുടെ മുമ്പിൽ വരും. പിന്നെ ഈ കൃത്യമായിട്ട് നെടുങ്ങാടി ഇതിനെ കീറി മുറിച്ച് വിശകലനം ചെയ്ത നെടുങ്ങാടിയുടെ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകവും നമുക്ക് വായിക്കാൻ കിട്ടും. ഇനി അതല്ലെങ്കിൽ അന്ന് രേഖപ്പെടുത്തിയ ബ്രിട്ടീഷുകാരെ രേഖപ്പെടുത്തിയതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റില്ലെന്ന് പറയും. പക്ഷേ ബ്രിട്ടീഷ് ഡയറികളാണ്. അന്നന്ന് നടന്ന സംഭവങ്ങൾ പിന്നീട് എഴുതിയതല്ല. അന്നന്ന് രേഖപ്പെടുത്തപ്പെട്ട ഗ്രന്ഥം ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്, നമുക്ക് പഠിക്കാം.
1921 മുമ്പ് മലബാർ എന്തൊക്കെയായിരുന്നു എന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് എത്തി നോക്കാം. ഇന്ന് കാണുന്ന മലബാർ ഒരു മാപ്പിള രാജ്യമായിരുന്നു എന്നുള്ളത് പുതിയ തലമുറയിൽപ്പെട്ട പലർക്കും അറിയില്ല. ഇത് മാപ്പിള രാജ്യമായിരുന്നു. ഇതിൻ്റെ സുൽത്താൻ ടിപ്പു സുൽത്താനായിരുന്നു. ടിപ്പു സുൽത്താൻ്റെ കീഴിൽ ഇത് മാപ്പിള രാജ്യമായി പ്രഖ്യാപിക്കപ്പെട്ട് മാപ്പിള ഭരണമുണ്ടായിരുന്ന പ്രദേശമാണ് മലബാർ എന്നത് പലർക്കും അറിയില്ല. ഇന്നത്തെ തലമുറയ്ക്ക് അറിയില്ല. അപ്പോൾ അതിന് മുന്നോട്ട് പോയി കഴിഞ്ഞാലോ, രാജകുടുംബം ഭരിച്ചിരുന്ന രാജ്യം കോഴിക്കോട് സാമൂതിരി രാജാവിൻ്റെ രാജ്യമായിരുന്നു. ആ സാമൂതിരി രാജാവാണ് വിദേശത്ത് നിന്നും വന്ന അറബികൾക്ക് ആദ്യമായി ഇവിടെ ഇരിപ്പിടം കൊടുത്തത്. പിന്നീട് ഇസ്ലാം ഉണ്ടായപ്പോൾ ആ ഇസ്ലാമിന് നിസ്കരിക്കാൻ വേണ്ടി പള്ളി കൊടുത്തത് സാമൂതിരി രാജാവാണ്. ആ ഇസ്ലാമിക സമൂഹം വളരാൻ വേണ്ടി സ്വന്തം സമൂഹത്തിൽപ്പെട്ട ഹിന്ദുക്കളെ നീ മുസൽമാനാവ് നിർബന്ധിച്ച് മുസൽമാനാക്കിയതും സാമൂതിരി രാജവംശമാണ്. അതിനു മുമ്പ് ഇവിടെ ഇസ്ലാം ഉണ്ടായിരുന്നില്ല, മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നുള്ള സത്യത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. അങ്ങനെ ക്ഷണിച്ചു വരുത്തി ഇവിടെ വീട് വയ്ക്കാൻ അനുവാദം കൊടുത്തു, പള്ളി വയ്ക്കാൻ അനുവാദം കൊടുത്തു, മതം മാറ്റി ആ സമൂഹത്തെ പതിയെ സാമൂതിരി രാജാവ് വളർത്തിക്കൊണ്ടുവന്നു. ഇടകലർന്ന് വളർന്നു വന്നു. പിന്നീട് അസ്വാരസ്യങ്ങൾ ഉണ്ടായി തുടങ്ങി. ഈ അസ്വാരസ്യത്തിൻ്റെ കാലഘട്ടത്തിലാണ് ടിപ്പു സുൽത്താൻ, ഹൈദരാലിയും ടിപ്പു സുൽത്താനും മലബാറിലേക്ക് പടയോട്ടം നയിക്കുന്നത്. അങ്ങനെ ഇവിടുത്തെ ഹൈന്ദവരെ നിർബന്ധിച്ച് മതം മാറ്റി, മതം മാറാത്തവരെ കഴുത്തറുത്ത് ആനയെ കൊണ്ട് ചവിട്ടിച്ചും കൊന്ന ചരിത്രം, അതിൻ്റെ എണ്ണം ഇന്ന് ടിപ്പു സുൽത്താൻ്റെ കൈപ്പടയിൽ എഴുതിയ രേഖകൾ ഇന്ന് അവൈലബിൾ ആണ്, നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ മതം മാറ്റം തുടങ്ങിയത് ടിപ്പുവിൻ്റെ കാലത്തെ നിർബന്ധിത മതമാറ്റം. അതിനു മുന്നേ സാമൂതിരി പ്രോത്സാഹിപ്പിച്ചു. പിന്നീട് ടിപ്പു സുൽത്താൻ വന്നപ്പോൾ ആയിരക്കണക്കിന് ഹിന്ദുക്കളെ, നായർ പടയാളികളെ തിരഞ്ഞു പിടിച്ച് കൊല്ലുകയും അല്ലാത്തവരെ കീഴടങ്ങിയവരെ മതം മാറ്റുകയും അങ്ങനെ 1000 പേരൊക്കെ ഒരു ദിവസം തന്നെ സുന്നത്ത് നടത്തിയതായിട്ടുള്ള രേഖകൾ നമുക്കുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ മലബാറിലെ ഹൈന്ദവ സമൂഹത്തിൻ്റെ എണ്ണം കുറഞ്ഞു. പ്രത്യേകിച്ചും ഈ 1921 സംഭവിച്ച വള്ളുവനാട്, ഏറനാട് പ്രദേശങ്ങളിൽ ഹൈന്ദവർ പലായനം ചെയ്തു പോയി. ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് പലരും ഒളിച്ചോടിപ്പോയി, തിരിച്ചു വന്നില്ല. ശേഷം എന്തു സംഭവിച്ചു? പഴശ്ശിരാജയും ബ്രിട്ടീഷുകാരും ചേർന്ന് തലശ്ശേരിയിൽ വെച്ച് ആദ്യമായിട്ട് ടിപ്പു സുൽത്താന് പ്രഹരം കൊടുത്തു. തലശ്ശേരിയിലെ തുറമുഖം പിടിച്ചെടുത്തു. കൂടുതൽ താമസമുണ്ടായില്ല, ടിപ്പു സുൽത്താൻ നാമാവശേഷമായി. ആ ഭരണം ഇല്ലാതായതോടുകൂടി മലബാർ ആരുടെ കീഴിലായി? ബ്രിട്ടീഷുകാരുടെ കീഴിലായി. അങ്ങനെ ആദ്യത്തെ ഇസ്ലാമിക രാജ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ഇസ്ലാമിക രാജ്യം ബ്രിട്ടീഷുകാരാൽ തകർക്കപ്പെട്ടു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ബ്രിട്ടീഷുകാർ തകർത്ത ഇസ്ലാമിക രാജ്യത്തിൽ ഈ മുസ്ലിങ്ങൾക്ക് ബ്രിട്ടീഷുകാരോട് പക തോന്നുക എന്നുള്ളത് സത്യമാണ്. അതവിടെ നിൽക്കട്ടെ. മറ്റൊന്ന്, അന്ന് ഈ ടിപ്പു സുൽത്താൻ ഇവിടെ വാണിരുന്ന കാലം ഒളിച്ചോടിപ്പോയ അല്ലെങ്കിൽ ഇവിടുന്ന് നാട് വിട്ടുപോയ ഹൈന്ദവരൊക്കെ പതിയെ തിരിച്ചു വന്നു. ഈ നാട് വിട്ടുപോയ ഹൈന്ദവരുടെ കൃഷിയിടങ്ങളും വീടുമെല്ലാം ആര് ഏറ്റെടുത്തിരുന്നു? അന്നത്തെ പ്രമാണിമാരായിട്ടുള്ള മുസ്ലിങ്ങൾ ഏറ്റെടുത്തിരുന്നു. അവർക്കത് വിട്ടുകൊടുക്കേണ്ടി വന്നു. ബ്രിട്ടീഷുകാരുടെ കാലത്ത് തിരിച്ചെത്തിയ ഹിന്ദുക്കൾ അവരുടെ ഭൂമിയും വീടും വീണ്ടെടുത്തു എന്നുള്ളത് അപ്പോൾ പകയുണ്ടാകുമോ? അവിടെ ഹൈന്ദവരോടും അന്നത്തെ മാപ്പിളമാർ പകയുണ്ടായിട്ടുണ്ട്. ആ പക 1921 മുമ്പ് തന്നെ ഏകദേശം 50ഓളം കലഹങ്ങൾ മലബാർ പ്രദേശത്തുണ്ടായിട്ടുണ്ട്. കൊല്ലാകൊല്ലം നോമ്പ് കാലത്ത് ഹിന്ദു വീടുകൾ ആക്രമിക്കുക, ഹിന്ദു അമ്പലങ്ങൾ ആക്രമിക്കുക എന്നുള്ളത് ഇവിടെ ഒരു പതിവായിരുന്നു. അത്തരത്തിൽ ഒരുപാട് ആക്രമണം നടത്തിയവരെ നാട് കടത്തുകയും കൊല്ലുകയും ചെയ്തിട്ടുണ്ട് ബ്രിട്ടീഷുകാർ. അപ്പോൾ 1921 തുടങ്ങുന്നത് 21-ലല്ല, അതിനും വർഷങ്ങൾക്ക് പിന്നിലാണ്, ഏകദേശം 100 വർഷങ്ങൾക്ക് പിന്നിലാണ്. ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ചരിത്രം ആരംഭിക്കാൻ. 21-ൻ്റെ ചരിത്രം നമ്മൾ പറയുമ്പോൾ
ഖിലാഫത്ത് മൂവ്മെൻറ്റിനെ കുറിച്ച് പറയണം. എന്താണ് ഖിലാഫത്ത്, ഖലീഫ എന്ന് പറയുന്നത്? ഇസ്ലാമിക സമൂഹത്തിൻ്റെ ആരാധ്യനായിട്ടുള്ള നേതാവ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് മുഹമ്മദ് പ്രവാചകന് ശേഷം ഇസ്ലാമിനെ വിവിധ ഖലീഫകളാണ് നയിച്ചു കൊണ്ടുവന്നിരുന്നത്. ആ ഖലീഫകളുടെ അവസാനത്തെ തലമുറയിൽ അവസാനത്തെ ഖലീഫയായിരുന്നു തുർക്കിയിലെ ഖലീഫ. അബൂബക്കർ സിദ്ദീഖ്, ഉമർ, അലി, ഇങ്ങനെ തുടങ്ങി തുർക്കിയിലെ സുൽത്താനായിരുന്നു അവസാനത്തെ ഖലീഫ. ആ തുർക്കിയിലെ ഖലീഫയെ ബ്രിട്ടീഷുകാർ തുർക്കി കീഴടക്കുകയും ഈ ഖലീഫയെ അവർ പുറത്താക്കുകയും ചെയ്തു, സുൽത്താൻ ഖലീഫയെ. അപ്പോൾ പിന്നെ ഈ ക്രിസ്ത്യാനികൾക്ക് മാർപ്പാപ്പ എപ്രകാരമാണോ അപ്രകാരം തന്നെയായിരുന്നു ഖലീഫ. ആ ഖലീഫയെ പുറത്താക്കിയപ്പോൾ ഇന്ത്യ അടക്കം വിവിധ രാജ്യങ്ങളിലെ മുസ്ലിങ്ങൾ ഈ ഖലീഫയെ തിരിച്ചു കൊണ്ടുവരണം, ഞങ്ങൾക്ക് ഖലീഫ വേണം, ഖലീഫയുടെ ഭരണം വേണം ഇസ്ലാമിന് എന്ന് ശഠിക്കുകയും അതിനുവേണ്ടി സമരങ്ങൾ, കമ്മിറ്റികൾ ഒക്കെ ഉണ്ടാക്കുകയും ചെയ്തു. അത്തരത്തിൽ ഇന്ത്യയിലും ഒരു കമ്മിറ്റി ഉണ്ടായി. അതാണ് ഖിലാഫത്ത് മൂവ്മെൻറ്റ്. ഇന്ത്യയിലും ഒരു മൂവ്മെൻ്റ് ഉണ്ടായി. ആ ഖിലാഫത്ത് മൂവ്മെൻറ്റ് ഉണ്ടായപ്പോഴാണ് അവർ ബ്രിട്ടീഷുകാർക്കെതിരാവുന്നു. ആര്? മുസ്ലിങ്ങൾ ഖിലാഫത്തിൻ്റെ പേരിൽ, ഖലീഫയുടെ പേരിൽ ബ്രിട്ടീഷുകാരുടെ ഇടഞ്ഞു നിൽക്കുകയാണെന്ന സത്യം ഗാന്ധിജി മനസ്സിലാക്കിക്കൊണ്ട്, അതുവരെ ഈ പറയുന്ന മുസ്ലിങ്ങൾ പൂർണ്ണമായും നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തോട് ചേർന്ന് നിന്നിട്ടില്ല, അവർ വിവിധ വിഭാഗങ്ങളായി മാറി നിൽക്കുകയായിരുന്നു. കുറച്ച് നല്ല സ്വാതന്ത്ര്യ സമര സേനാനികൾ ഉണ്ടായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ വിസ്മരിക്കുന്നില്ല. പക്ഷേ ഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾക്ക് സ്വാതന്ത്ര്യ സമരത്തിൽ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഖലീഫയെ പുറത്താക്കിയതിലുള്ള വൈരാഗ്യം, ആ വൈരാഗ്യത്തെ സ്വാതന്ത്ര്യ സമരത്തോട് ചേർത്ത് പിടിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക? അതൊരു വലിയ മുന്നേറ്റമായി മാറുമെന്ന് പാവം ഗാന്ധിജി ചിന്തിച്ചു. പക്ഷെ അതിന് അന്നേ എതിർപ്പുണ്ടായിരുന്നു. ജിന്നെ എതിർത്തു, പലരും എതിർത്തു. പക്ഷേ ആ എതിർപ്പ് വകവയ്ക്കാതെ ഈ ഖിലാഫത്ത് മൂവ്മെൻറ്റിനെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തോട് ചേർത്ത് വെച്ചു ഗാന്ധിജി. അങ്ങനെ ഗാന്ധിജി മലബാറിൽ വന്നു, കോഴിക്കോട്ടെ ബീച്ചിൽ പ്രസംഗിച്ചു. പല പ്രമുഖ നേതാക്കളും വന്നു, കോൺഗ്രസിൻ്റെ നേതാക്കൾ കൂടിച്ചേർന്നു. അതിൽപ്പെട്ട ഒരാളായിരുന്നു മാധവൻ നായർ, കോൺഗ്രസിൻ്റെ സമുന്നത നേതാവായിരുന്നു. അങ്ങനെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ചേർന്ന് സ്വാതന്ത്ര്യ സമരത്തിലേക്ക് മുന്നേറാമെന്ന് കരുതി ചെറിയ മൂവ്മെൻറ്റുകൾ തുടങ്ങി. അപ്പോൾ ഈ മൂവ്മെൻറ്റ് എങ്ങോട്ടാണ് പോകുന്നത്? നേരത്തെ ഞാൻ പറഞ്ഞ ഹിന്ദുക്കളോടും ബ്രിട്ടീഷുകാരോടും ഒരുപോലെ വൈരാഗ്യം പുലർത്തുന്ന ചില സമൂഹത്തിൻ്റെ ഇടയിലേക്ക് ഇത് കയറി ചെന്നപ്പോൾ ഇത് തന്നെ അവസരം, സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പേരിൽ നമുക്ക് നമ്മുടെ രാജ്യം വീണ്ടെടുക്കാം, നഷ്ടപ്പെട്ടു പോയ രാജ്യം വീണ്ടെടുക്കാം എന്ന് പല തീവ്ര നിലപാടുകളുള്ള മുസ്ലിങ്ങളും തീരുമാനമെടുത്തു, രഹസ്യമായി തീരുമാനമെടുത്തു. 1921 ആഗസ്റ്റിലാണ് ആദ്യത്തെ ആക്രമണം ഉണ്ടാവുന്നത്. അതിനു മുമ്പ് ആക്രമണം, ഞാൻ നേരത്തെ പറഞ്ഞ ഓരോ വർഷങ്ങൾ കൂടുമ്പോൾ ഉണ്ടാകുന്ന ആക്രമണമേ ഉണ്ടായിട്ടുള്ളൂ. 21 ആക്രമണം തുടങ്ങുന്നത് ഒരു ചെറിയ മോഷണം, അതായത് നിലമ്പൂർ കോവിലകത്തെ 6ാമത്തെ തമ്പുരാൻ്റെ വീട്ടിൽ ഒരു തോക്കും 100 രൂപയും കുറച്ച് പ്രമാണങ്ങളും നഷ്ടമായി. കള്ളൻ കൊണ്ടുപോയി പിറ്റേന്ന് പോലീസ് വന്ന് നോക്കുമ്പോൾ പരിചിതനായിട്ടുള്ള ആരോ മോഷ്ടിച്ച പോലെ, അല്ലാതെ കൃത്യമായിട്ട് കള്ളത്താക്കാലൊക്കെ ഇട്ടിട്ടാണ് കൊണ്ടുപോയത് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഈ തമ്പുരാനോട്, ചിന്നമുണ്ണി എന്ന് പറഞ്ഞ തമ്പുരാനോട് ചോദിച്ചു, ചിന്നമുണ്ണി തമ്പുരാൻ ആരെങ്കിലും സംശയമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ചിന്നമുണ്ണി തമ്പുരാൻ പറഞ്ഞു, ഇവിടെ ഒരു അഹമ്മദ് ഉണ്ട്, എനിക്ക് മൂപ്പരെ സംശയമുണ്ട്, കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഞാനുമായിട്ട് ഉടക്കി പിരിഞ്ഞു പോയതാണ്, അദ്ദേഹത്തിന് സംശയമുണ്ട്. അപ്പോൾ ഈ മുഹമ്മദ് അപ്പോഴത്തേക്കും ഖിലാഫത്തിൻ്റെ നേതാവായിരുന്നു. പിറ്റേന്ന് പോലീസ് സ്വാഭാവികമായിട്ട് നടത്തുന്നത് പോലെ ഈ മുഹമ്മദിൻ്റെ വീട്ടിൽ കയറി ഒരു സെർച്ച് നടത്തി ഒന്നും കിട്ടിയില്ല, പോയി. പക്ഷേ ഈ വൈരാഗ്യത്തിന് മുഹമ്മദ് അടങ്ങി നിന്നില്ല. മുഹമ്മദ് ചിന്നമുണ്ണിയെ ഭീഷണിപ്പെടുത്തി. അന്ന് അവിടെ നിന്ന് പണം മേടിച്ചു. പണം തികയാതെ വന്നപ്പോൾ ചിന്നമുണ്ണി അദ്ദേഹത്തിൻ്റെ വൈരമോതിരമെടുത്ത് ഇദ്ദേഹത്തിന് കൊടുത്തു. അപ്പോൾ ഈ ഖിലാഫത്തിൻ്റെ പേരിൽ മുഹമ്മദിൻ്റെ കൂടെ 500 പേരുണ്ടായിരുന്നു. അത് വളർന്നു. ഈ നേരെ നമ്മുടെ നിലമ്പൂർ കോവിലകത്തേക്ക് ആക്രമണം എത്തുന്നത് വരെ എത്തി ആ സംഭവം. ആ സംഭവത്തിൽ ദൃക്സാക്ഷിയായ പോലീസ് ഓഫീസർ
കോഴിക്കോട് കളക്ടർക്ക് മൊഴി കൊടുത്തു. അവരുടെ കയ്യിൽ ധാരാളം ആയുധങ്ങൾ ഉണ്ടായിരുന്നു. ഇരുതല മൂർച്ചയുള്ള വാളുകൾ ഉണ്ടായിരുന്നു. ഒന്നല്ല 500 വാളുകൾ ഉണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ ചില തോക്കുകളും കണ്ടതായി സാക്ഷികൾ പറഞ്ഞു എന്ന് റിപ്പോർട്ട് കൊടുത്തു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഖിലാഫത്ത് ഉണ്ടാക്കിയിട്ട് ചുരുങ്ങിയ ദിവസങ്ങളെ ആവുന്നുള്ളൂ. ആ ദിവസങ്ങൾക്കുള്ളിൽ ഇത്രയും ആയുധങ്ങൾ എവിടെ നിന്ന് വന്നു? ഈ ചിന്ത ബ്രിട്ടീഷുകാരെടുത്ത് വന്നു. അപ്പോൾ ആയുധങ്ങൾ അതിനു മുമ്പേ ഉണ്ടാക്കി തുടങ്ങിയിരിക്കുന്നു. അതിന് കൊല്ലന്മാരെ പിടിച്ചു ചോദ്യം ചെയ്തു. അവർ സമ്മതിച്ചു. ആയുധങ്ങൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ട്. തോക്കുകൾ നേരത്തെ മോഷണം തുടങ്ങിയിട്ടുണ്ട്. തോക്കുകൾ സംഘടിപ്പിക്കുന്നു, ആയുധങ്ങൾ സംഘടിപ്പിക്കുന്നു. പ്രശ്നമാവും എന്ന് കരുതിയ കോഴിക്കോട് കലക്ടർ തോമസ്, ഹിച്ച്കോക്ക്, ആമു സാഹിബ് എന്ന പോലീസ് ഓഫീസർ ഇവർ തീരുമാനമെടുത്തു. ഇതിൻ്റെ നേതാക്കളായിട്ടുള്ള ആലി മുസ്ലിയാരെയും സംഘത്തെയും അറസ്റ്റ് ചെയ്യണം. ആയുധങ്ങൾക്ക് വേണ്ടി സെർച്ച് നടത്തണം. അത് രഹസ്യമായിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു. 1921 ആഗസ്റ്റ് 20 രാത്രിയിൽ അവർ വണ്ടി കയറി. ഇവിടെ കോഴിക്കോട് നിന്ന് വെസ്റ്റിൽ നിന്നും തിരൂരങ്ങാടിക്ക് വണ്ടി കയറി. അവിടെ എത്തുമ്പോഴേക്കും വാർത്തകൾ ചോർന്നിരുന്നു. അവിടെ ഒരു കള്ളവാർത്ത ഉണ്ടാക്കി. മമ്പുറം പള്ളി പൊളിക്കാൻ ബ്രിട്ടീഷുകാർ പോകുന്നു. 10 മണിയായപ്പോഴത്തേക്കും ആലി മുസ്ലിയാർ എന്ന് പറയുന്ന അന്നത്തെ ഈ യാഥാസ്ഥിക നേതാവ് എന്ന് പറയുന്നു. ആലി മുസ്ലിയാരെ കുറിച്ച് വലിയ ദോഷമൊന്നും പറയാൻ നമുക്കില്ല. യാഥാസ്ഥികനായിരുന്നു, പണ്ഡിതനായിരുന്നു. അദ്ദേഹം നേരിട്ട് ഒരു കലാപവും നടത്തിയിട്ടില്ല, അത് സത്യമാണ്. അദ്ദേഹത്തെയും കൂട്ടരെ അറസ്റ്റ് ചെയ്തപ്പോൾ ആലി മുസ്ലിയാർ അവിടെ പള്ളിയിലില്ല. ആലി മുസ്ലിയാർ രക്ഷപ്പെട്ടിരിക്കുന്നു. അവിടെയുള്ള 2-3 സംശയിക്കുന്ന ആൾക്കാരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് അവർ മുന്നോട്ട് നീങ്ങവേ വാർത്ത വീണ്ടും വലുതായി. മമ്പുറം പള്ളി തകർത്തു. ബ്രിട്ടീഷുകാർ പീരങ്കി ഉപയോഗിച്ച് മമ്പുറം തള്ളി തകർത്ത് തരിപ്പണമാക്കി എന്ന് ലഹളക്കാർ പ്രചരിപ്പിച്ചു. വിവിധ ഭാഗങ്ങളിൽ നിന്ന് മാപ്പിളമാർ ഓടിക്കൂടി. ഏകദേശം വരുന്ന 2000 പേര് വരുന്ന മാപ്പിളമാർ വരുമ്പോൾ വെറും 80 പേരുള്ള പട്ടാളം, ആരുടെ? കളക്ടറെയും ഈ ഹിച്ച്കോക്ക് എന്ന് പറഞ്ഞ പട്ടാള മേധാവിയുടെയും ആമു എന്ന പോലീസുകാരൻ്റെയും നേതൃത്വത്തിൽ കേവലം 80ഓളം വരുന്ന പട്ടാളക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. ഈ 80ഓളം വരുന്ന പട്ടാളക്കാരെ 2000 പേര് ആക്രമിക്കാൻ വന്നാൽ എന്തു ചെയ്യും? സ്വാഭാവികമായിട്ടും വെടിപൊട്ടി. വെടിവെച്ചു. 9 മാപ്പിളമാർ കൊല്ലപ്പെട്ടു. 9 മാപ്പിളമാർ കൊല്ലപ്പെട്ടു. ഒരു 19 വീട് കിടക്കുന്ന മാപ്പിളമാരെ ഹിച്ച്കോക്കും സംഘവും അറസ്റ്റ് ചെയ്ത് തിരികെ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നതിന് മുമ്പ് ഈ വാർത്ത തിരൂരങ്ങാടി അറിഞ്ഞു, എല്ലായിടത്തും അറിഞ്ഞു. മാപ്പിളമാർ കൊല്ലപ്പെട്ടിരിക്കുന്നു. എന്നാൽ പിന്നെ വെച്ചേക്കണ്ട, നേരെ പോലീസ് സ്റ്റേഷനിലേക്ക്. ഈ ആലി മുസ്ലിയാരുടെ 2 സഹചാരികളുണ്ടായിരുന്നു, ലവൻകുട്ടിയും കുഞ്ഞലവിയും. അവരുടെ നേതൃത്വത്തിൽ വലിയൊരു സംഘം പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. അവിടെ 2 വെള്ളക്കാരായിട്ടുള്ള പോലീസുകാരന്, ജോൺസണും മറ്റൊരു വ്യക്തി, പേര് ഞാൻ ഓർക്കുന്നില്ല, 2 പോലീസുകാരെ തുണ്ടമാക്കി വെട്ടി കാട്ടിലെറിഞ്ഞു. തുടക്കം അവിടെയാണ്. ആ തുണ്ടമായി കാട്ടിലേക്ക് എറിഞ്ഞതിന് ശേഷമാണ് അവിടേക്ക് കളക്ടറും മറ്റ് സംഘവും എത്തുന്നത്. അവർ ഈ ബോഡി കണ്ടെത്തിയപ്പോൾ ഭയപ്പെട്ടു. ഒരു മനുഷ്യനെ ഒരു കശാപ്പ് ശാലയിൽ എങ്ങനെയാണോ മൃഗത്തിനെ വെട്ടുന്നത്, അങ്ങനെയാണ് ജോൺസണും റൗളിയെയും വെട്ടി തുണ്ടമാക്കി. ഒരു മുസ്ലിമായിട്ടുള്ള ഒരു പോലീസുകാരനെയും വെട്ടി, 3 പേരെ വെട്ടിക്കൊന്നിരുന്നു. സത്യത്തിൽ കലക്ടർ ഭയന്നു. കാരണം ഈ 2000 പേര് വരുന്ന ഈ കൂട്ടപ്പട ഈ 80 പേർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അവരന്ന് ഈ പോലീസ് ഓഫീസർമാരെ അവിടെ അടക്കം ചെയ്തിട്ട് നേരം പുലരുന്നതിന് മുന്നേ കോഴിക്കോട്ടേക്ക് നടന്നാണ് പോയത്. കാരണം അന്ന് രാത്രി തന്നെയും എല്ലാ റെയിൽവേ സ്റ്റേഷനുകളും തകർന്നിരുന്നു, പാളങ്ങൾ മുറിച്ചു മാറ്റിയിരുന്നു. എത്ര ആസൂത്രിതമായിട്ടാണ് ഇവർ പ്ലാൻ ചെയ്തിരുന്നിരിക്കണം. അങ്ങനെ ഈ കളക്ടർ സംഘവും അവിടെ നിന്ന് നടന്ന് റെയിൽവേ ട്രാക്കിലൂടെ നടന്ന്, പൊളിച്ചിട്ട റെയിൽവേ ട്രാക്കിലൂടെ നടന്ന് കോഴിക്കോട് എത്തുമ്പോഴത്തേക്കും മലബാറിൽ ആക്രമണം തുടങ്ങിയിരുന്നു. പോലീസ് സ്റ്റേഷനുകൾ ആക്രമിച്ചു. പോലീസുകാർ ഓടിപ്പോയി. പട്ടാളമില്ല, പോലീസില്ല. മാപ്പിളമാർ തീരുമാനിച്ചു, ഇനി നമ്മുടെ രാജ്യമാണ് തീരുമാനിച്ചു. പട്ടാളവും പോലീസും ഇല്ലെങ്കിൽ ചോദിക്കാൻ ആരുമില്ല. നമ്മൾ സ്വതന്ത്രരായി കഴിഞ്ഞിരിക്കുന്നു. ആലി മുസ്ലിയാരുടെ പള്ളിയിൽ എല്ലാവരും ഒത്തുകൂടി.
ആലി മുസ്ലിയാരുടെ തലയിൽ കിരീടം വെച്ചു. ആലി മുസ്ലിയാർ രാജാവ് നിങ്ങളുടെ ആൾ വാഴട്ടെ തീരുമാനിച്ചു. മുസ്ലിം രാജ്യമായി ശരീഅത്ത് നിയമവും പ്രഖ്യാപിച്ചു. കട്ടവൻ്റെ കൈവെട്ടും, ബലാത്സംഗം ചെയ്തവനെ എറിഞ്ഞുകൊല്ലും. ഇതൊക്കെ തീരുമാനമെടുത്ത് ഭരണം തുടങ്ങി. അടുത്ത നാടുകളിൽ പിന്നീട് ആ ആക്രമണം തുടങ്ങിയത് ഇനി 2 മതം വേണ്ട 1 മതം മതി എന്ന രീതിയിലാണ്. ഹൈന്ദവരുടെ വീടുകൾ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുകയും കൊള്ളയടിക്കുകയായിരുന്നു 1-ാം ഘട്ടം. ഹൈന്ദവരുടെ വീടുകൾ മാത്രമല്ല കേട്ടോ, ക്രിസ്ത്യാനികളെയും കൊന്നു. താനൂരിനടുത്ത് ഒരു ഓട് ഫാക്ടറി ഉണ്ടായിരുന്നു. ആ ഓട് ഫാക്ടറി ക്രിസ്ത്യാനികളായിരുന്നു ജോലിക്കാർ കൂടുതലും. 5 ക്രിസ്ത്യാനികളെ കൊന്നതോടുകൂടി അവിടെയുള്ള ബാക്കി ആയിരക്കണക്കിന് ക്രിസ്ത്യാനികൾ രാഖി രാമായണം സ്ഥലം വിട്ടു. പാലക്കാട്ടേക്കും തൃശ്ശൂരേക്കും ഓടിപ്പോയി. ഹിന്ദുക്കളും പലായനം തുടങ്ങി. 1-ാം ഘട്ടം കൊള്ള. 2-ാം ഘട്ടം ഇന്ന് എന്താണോ അഫ്ഗാനിസ്ഥാൻ കാണുന്നത്, വരൂ വിപ്ലവത്തിലേക്ക് വരൂ, നിങ്ങൾക്ക് 10 വയസ്സുള്ള പെൺകുട്ടികളെ തരാമെന്നുള്ളത്. വയസ്സ് നോക്കിയില്ല. 8ഉം 10ഉം വയസ്സ് മുതൽ 18ഉം 20ഉം 50ഉം വയസ്സുള്ള സ്ത്രീകളെ ബലാത്സംഗം ചെയ്യാൻ തുടങ്ങി. ഞാൻ വെറുതെ പറയുന്നതല്ല. ബലാത്സംഗം ചെയ്യപ്പെട്ട സ്ത്രീ 18 വയസ്സുള്ള പെൺകുട്ടിയെ 14 പേർ ചേർന്ന് ബലാത്സംഗം ചെയ്തു എന്നതിനുള്ള റിപ്പോർട്ട്, ആ സ്ത്രീ കൊടുത്ത റിപ്പോർട്ട് ഇന്നുണ്ട്. അതേപോലെ ചോദിക്കും, നിങ്ങൾ മതം മാറാൻ തയ്യാറാണോ, അതോ ലണ്ടനിലേക്ക് പോകണോ? പാവപ്പെട്ട ഹിന്ദുവിന് വേറൊന്നും ചിന്തിക്കാനില്ല, ഞാൻ ലണ്ടനിലേക്ക് പോയിക്കോളാം, നാട് കടത്തുക എന്നുള്ള ഉദ്ദേശത്തിലാണ് അവർ പറയുന്നത്. ആ ശരി, ഇവനെ ലണ്ടനിലേക്ക് വിടൂ. എങ്ങനെയാണ് ലണ്ടനിലേക്ക് വിടുന്നത്? കയ്യും കാലും കെട്ടി നേരെ കൊണ്ടുപോയി ഒന്ന് കിണറിൻ്റെ വക്കത്ത് നിർത്തിയിട്ട് തലയങ്ങ് വെട്ടി കിണറ്റിലേക്കിടും. അതാണ് ലണ്ടനിൽ പോക്ക്. മറ്റൊരു ചെല്ലപ്പേരുണ്ടായിരുന്നു, കുളിപ്പിച്ച് കടത്തുക. ഹിന്ദുവിൻ്റെ കൈ പുറകോട്ട് കെട്ടി നേരെ നടത്തിച്ചു കൊണ്ടുപോയി പുഴയിലേക്ക് ഇറക്കി നിർത്തിയിട്ട് 2 കൈയും വെട്ടും, പിന്നെ 2 കാലും വെട്ടും, ഒടുവിൽ തലയും വെട്ടി ഈ പുഴയിലേക്കിടുക. ഇതായിരുന്നു പതിവ്. മതം മാറിയവരെ കുപ്പായം കൊടുത്ത് സുന്നത്ത് ചെയ്ത് മുസ്ലിമിൻ്റെ പേരും കൂട്ടും. നാരായണൻകുട്ടി മമ്മദ് കുട്ടിയായി മാറി. അങ്ങനെ കുറേ ആൾക്കാർ. സ്ത്രീകൾക്കാണെങ്കിൽ ഉടുപ്പ് കൊടുക്കുക എന്ന് പറയാം, കുപ്പായം കൊടുക്കുക. ഇവിടെ മുസ്ലിങ്ങൾക്കൊരു പ്രത്യേക തരം കുപ്പായമുണ്ട്. ആ കുപ്പായം കൊടുക്കും. കുപ്പായം വാങ്ങാൻ തയ്യാറായില്ലെങ്കിലോ ഉള്ള കുപ്പായം വലിച്ചു കീറി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യും. മറ്റൊന്ന്, അന്ന് ഈ പശു വിരോധം അന്നുണ്ടായിരുന്നു. നമ്പൂരി ഇല്ലങ്ങളിൽ കയറുക, അവിടുത്തെ പശുവിനെ, ഇളയ പശുവിനെ പിടിച്ചു കൊണ്ടുവരിക, അവരുടെ മുമ്പിലിട്ട് അതിനെ അറക്കുക, അറുത്ത് അവരുടെ മുമ്പിലിട്ട് വേവിച്ചിട്ട് അവരുടെ അണ്ണാക്കിലേക്ക് കുത്തിക്കയറ്റുക. ഇതൊക്കെയാണ് ശിക്ഷാരീതി. ഇന്ന് അഫ്ഗാനിസ്ഥാനിൽ നടക്കുന്ന അതേ ശിക്ഷാരീതി തന്നെ, സംശയിക്കണ്ട. മറ്റൊരു ശിക്ഷാരീതിയായിരുന്നു തൂക്കിയിടുക, പൊള്ളിച്ച് തൊലി പൊളിച്ചെടുക്കുന്നത്. അതായത് തിളച്ച വെള്ളത്തിലേക്ക് ജീവനോടെ ഒരു മനുഷ്യനെ പിടിച്ച് മുക്കുക. മുക്കിക്കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ സ്കിന്ന് കുമിളകളായി പൊന്തുമ്പോൾ വാള് വെച്ചത് വടിച്ച് കളഞ്ഞിട്ട് മുളകും ഉപ്പും തേച്ച് കെട്ടിത്തൂക്കുക മരത്തിൽ. ഇതൊക്കെ സംഭവിച്ചതാണ്. ഇങ്ങനെയായിരുന്നോ സ്വാതന്ത്ര്യ സമരം? ഈ നായന്മാരുടെയും ഈഴവരുടെയും ബ്രാഹ്മണരുടെയും നമ്പൂരിമാരുടെയും ഒക്കെ മതം മാറ്റുന്നതാണോ സ്വാതന്ത്ര്യ സമരം എന്ന് ഇന്നത്തെ നേതാക്കൾ പറയുന്നതെങ്കിൽ ആ സ്വാതന്ത്ര്യ സമര മാർഗം ഇന്ത്യയിൽ എല്ലായിടത്തും വേണ്ടേ? ഗാന്ധിജി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? നായന്മാരുടെ തുമ്പ് ചെത്തിക്കളഞ്ഞാൽ ഉടനെ സ്വാതന്ത്ര്യം കിട്ടുമെന്ന്? അവരുടെ പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്താൽ സ്വാതന്ത്ര്യം കിട്ടുമെന്നുള്ള വഴിയുണ്ടായിരുന്നു? ഇനി ചോദിക്കട്ടെ ഇപ്പോഴത്തെ പ്രമാണികളോട്, നേതാക്കളോട്, ഈ കൊല്ലപ്പെട്ടത് എല്ലാവരും മുതലാളിമാരാണോ? കാർഷിക വിപ്ലവം എന്ന് പറയുന്നത് സമ്പന്നനായിട്ടുള്ള ക്രൂരനായിട്ടുള്ള ജന്മിയെ വധിക്കുന്നതാണെങ്കിൽ ആകെ കൂടി വധിക്കപ്പെട്ട ജന്മികൾ 10ൽ താഴെ മാത്രമേ ഉള്ളൂ. കൊള്ളയടിക്കപ്പെട്ട ജന്മികളുടെ വീടുകൾ വിരലെണ്ണാവുന്നേ ഉള്ളൂ. പകരം ഏറ്റവും കൂടുതൽ കൊല്ലപ്പെട്ടത് താഴേക്കിടയുള്ള ചാലിയാന്മാരാണ്,
ശാലിയന്മാരെന്ന് അറിഞ്ഞോ? നെയ്ത്തുകാർ. അവരുടെ 100 കണക്കിന് വീടുകൾ തീയിട്ട് അവർ പുറത്തേക്ക് ഓടുമ്പോൾ തിരിച്ച് വടി കൊണ്ട് കുത്തി അഗ്നിയിലേക്ക് തള്ളി ചുട്ടുകൊന്നത് ചാലിയക്കാരെയാണ്. ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെട്ടത് ഈഴവരുടെയാണ്. ഏറ്റവും കൂടുതൽ ക്രൂരമായി വീടുകളെ ആക്രമിക്കപ്പെട്ടത് നായന്മാരുടെയാണ്. ഈ പറയുന്ന പ്രമാണിമാർ കുറച്ചേ അവരൊക്കെ നേരത്തെ രക്ഷപ്പെട്ടു. അവർക്ക് കാളവണ്ടി ഉണ്ടായിരുന്നു, കാറുണ്ടായിരുന്നു. അതുകൊണ്ട് ലഹള തുടങ്ങിയപ്പോഴേ വലിയ പ്രമാണിമാരൊക്കെ രാഖി രാമാനൻ രക്ഷപ്പെട്ടിരുന്നു. ഈ പറയുന്ന നുണകൾക്ക് ഏറ്റവും വലിയ അടിസ്ഥാനം അതാണ്. ആ നുണകൾക്ക് ഏറ്റവും വലിയ അടിസ്ഥാനം ഞാൻ മറ്റെന്താ, EMS നമ്പൂതിരിപ്പാട് തന്നെ. EMS നമ്പൂതിരിപ്പാട് ഈ ലഹള തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബവും അദ്ദേഹത്തെ തോളിലേറ്റി പുഴ കടന്ന് അക്കരെ പോയി 6 മാസം കഴിഞ്ഞിട്ടാണ് തിരിച്ചു വന്നത്. ഇത് ജന്മികൾക്കെതിരെയുള്ള വിപ്ലവമായിരുന്നെങ്കിൽ ഈ പറയുന്ന EMS നമ്പൂതിരിപ്പാടിൻ്റെ കുടുംബം വളരെ മോശപ്പെട്ട ജന്മികളായിരിക്കണമല്ലോ. അല്ലെങ്കിൽ എന്തിനാണ് അവർ ഓടിപ്പോയത്? ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉത്തരം ലഭിക്കില്ല. നമ്മുടെ സ്പീക്കറെടുത്ത് പോലും ഇതിന് ഉത്തരം കിട്ടില്ല. നിങ്ങൾ ചോദിച്ചു നോക്കൂ, ക്രൂരന്മാരായിട്ടുള്ള ജന്മികൾക്ക് നേരെ മാത്രമാണ് അക്രമം നടന്നതെങ്കിൽ എന്തിനാണ് EMSന്റെ കുടുംബം ഓടിപ്പോയത്? EMSന്റെ കുടുംബം അത്രമാത്രം ക്രൂരമായിട്ടുള്ള കുടുംബമായിരുന്നോ എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരും. അപ്പോൾ കാര്യങ്ങൾ അതല്ല, ശരീഅത്ത് നിയമമാണ്. എന്താണ് അഫ്ഗാനിസ്ഥാൻ സംഭവിക്കുന്നത്? ആ സമൂഹം വന്ന് ഭരണം ഏറ്റെടുത്തിട്ട് എന്താണ് ആദ്യം ചെയ്തത്? അവിടെയുള്ള റോഡിലുള്ള പെൺകുട്ടികളുടെ ചിത്രങ്ങളൊക്കെ ടാറുകൊണ്ട് മാച്ചു. ആ രാജ്യത്തുള്ള 10 വയസ്സിന് മേലെയുള്ള എല്ലാ സ്ത്രീകളും പരക്കം പാഞ്ഞു. എവിടേക്കാണ് ഓടിയത്? എയർപോർട്ടിലേക്ക്. എന്നെ ഈ രാജ്യത്ത് നിന്ന് രക്ഷപ്പെടുത്തു. അപ്പോ അടിസ്ഥാനപരമായി 1921 ക്രൂരതകൾക്ക് സമാനതകളുണ്ട്. ഇസ്ലാമിന്റെ യാഥാസ്ഥിക സമൂഹം സഞ്ചരിച്ച വഴിക്ക് ഒരേ രൂപമാണ്. അന്നും കൈവെട്ടി, അന്നും തലവെട്ടി, അന്നും കിണറ്റിലിട്ടു, ഇന്നും കിണറ്റിലിട്ടു എന്നുള്ളത് ഒരു തുടർച്ചയാണ്. അപ്പൊ 2 തരം മുസ്ലിങ്ങളുണ്ട് നാട്ടിൽ. ഒന്ന്, ഈ പറയുന്ന കൊന്നുകൊണ്ടാണെങ്കിലും ശരി, എന്ത് ചെയ്തിട്ടാണെങ്കിലും ശരി, തൻ്റെ മതത്തിൻ്റെ ഭരണം വരണം എന്ന് പറയുന്നത്. മറ്റൊന്ന്, ഇത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കുന്ന സമൂഹം. അത്തരത്തിൽ അന്നും ഉണ്ടായിരുന്നു 1921. കൊണ്ടോട്ടി തങ്ങളെന്ന് കേട്ടിട്ടുണ്ടാവും നിങ്ങളൊക്കെ. കൊണ്ടോട്ടി ഉറൂസ്, പേരുകേട്ട ഉറൂസാണ്. നാനാജാതി മതസ്ഥരും ചേരുന്ന ഉറൂസാണ് കൊണ്ടോട്ടി ഉറൂസ്. ഈ ലഹള നടന്നപ്പോൾ കൊണ്ടോട്ടി പ്രദേശത്ത്, ഈ തങ്ങളുടെ പ്രദേശത്ത് ഒരു കലാപം പോലും ഉണ്ടായില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പം നല്ല മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു. നിലമ്പൂർ കോവിലകത്തെ 10-14 പേര് വെട്ടിക്കൊന്നപ്പോൾ ആ കോവിലകത്തെ തമ്പുരാന്റെ ബന്ധുജനങ്ങളെ രക്ഷിച്ചു കൊണ്ടുപോയതും ഒരു മുസ്ലിമാണ്. കോഴിക്കോട്ടേക്ക് ഉപ്പ് കൊണ്ടുവരുന്ന വള്ളത്തിൽ ഉപ്പുചാക്കിന്റെ പുറകിൽ കിടത്തി രക്ഷപ്പെടുത്തി കൊടുത്തു മുസ്ലിങ്ങൾ. ധാരാളം മുസ്ലിങ്ങൾ ഈ പറയുന്ന കാബാലികരായിട്ടുള്ള മുസ്ലിങ്ങൾക്കെതിരെയായിട്ട് നിലകൊണ്ടു. അവരിലും പലരും കൊല്ലപ്പെട്ടു. അപ്പോൾ മുസ്ലിങ്ങളെല്ലാം കെട്ടവര് എന്ന അർത്ഥത്തിലല്ല, നല്ല മുസ്ലിങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. അതിൻ്റെ ഇരട്ടി ചീത്ത മുസ്ലിങ്ങളും ഉണ്ടായിരുന്നു, മാപ്പിളമാരുണ്ടായിരുന്നു. അത് എന്തിനാണ് നമ്മൾ മറച്ചു വെക്കുന്നത്? ഒരു സമൂഹം, ഇനി ക്രിസ്ത്യൻ സമൂഹം ആയിക്കോട്ടെ, ഹൈന്ദവ സമൂഹമാട്ടെ, അനാചാരങ്ങൾ ഒരുപാടുണ്ടായിരുന്നു സമൂഹത്തിൽ. ഈ അനാചാരങ്ങളെ ഇല്ലായ്മ ചെയ്താണ് ആധുനിക സമൂഹം ഉണ്ടാവുന്നത്. ആധുനിക മതത്തിൽ ഈ പറയുന്ന എന്തെങ്കിലും ക്രമങ്ങളുണ്ടെങ്കിൽ, നമ്മുടെ മാനവികതയ്ക്ക് നിരക്കാത്ത ക്രമങ്ങളുണ്ടെങ്കിൽ ആ മതം തന്നെ അതിനെ ശുദ്ധീകരിച്ചിട്ടുണ്ട്. ഉദാഹരണമാണ് സതി. ഹൈന്ദവ സമൂഹം തന്നെ അത് വേണ്ടെന്ന് വെച്ചു. വിധവാ വിവാഹം, ഹൈന്ദവ സമൂഹത്തിലെ നേതാക്കൾ തന്നെ വിധവകളെ കല്യാണം കഴിച്ചുകൊണ്ട് സമരത്തിന് തുടക്കം കുറിച്ചു. അങ്ങനെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ മാറ്റം വരാത്ത ഒരൊറ്റ മതമേ ഉള്ളൂ, അത് ഇസ്ലാമിക സമൂഹമാണ്. ആ ഇസ്ലാമിക സമൂഹം പറയുന്നു, എൻ്റെ വിശുദ്ധ ഗ്രന്ഥത്തിലെ ഒരു വള്ളിപ്പുള്ളി മാറാൻ പാടില്ല, എൻ്റെ ഹദീസുകളിലെ വള്ളിപ്പുള്ളി മാറാൻ പാടില്ല. അങ്ങനെ വരുമ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ട്, നിന്റെ മതത്തിന് വേണ്ടി അന്യമതസ്ഥരെ കൊല്ലാം, നമസ്കരിക്കാത്തവനെ കൊല്ലാം, നിന്നോട് ചേരാത്തവനെ, നിന്റെ ചോദ്യം ചെയ്യുന്നവനെ കൊല്ലാം, നിന്റെ മതം വിട്ടുപോകുന്നവനെ കൊല്ലാം. ഇത് ശരീഅത്ത് ലോയാണ്. അലി അക്ബറിനെ കൊല്ലാം, അവർക്കതിനുള്ള റൈറ്റ് ഉണ്ട്. ഭാസ്കരനെ കൊല്ലാം, അവർക്കതിനുള്ള റൈറ്റ് ഉണ്ട്. ഒരു ക്രിസ്ത്യാനിയെയോ ഒരു ഹൈന്ദവ സ്ത്രീയോ ബലാത്സംഗം ചെയ്യാം, റൈറ്റ് ഉണ്ട്, എഴുതപ്പെട്ട റൈറ്റ് ഉണ്ട്.
ഇത്തരണത്തിൽ എൻ്റെ രാജ്യം ഉണ്ടാവണം എന്ന് ശഠിക്കുന്ന ശരീഅത്ത് നിയമം ഉണ്ടാവണം എന്ന് നിങ്ങൾക്ക് ഇപ്പോഴും കേൾക്കാം. ഇവിടെ ചില നേതാക്കന്മാരുടെ ചർച്ചയുണ്ടല്ലോ, നിങ്ങൾ 10 വർഷം നിങ്ങളുടെ പള്ളികളെ ഞങ്ങളെ നേതാക്കൾക്ക് തരൂ, 10 വർഷം കഴിയുമ്പോൾ ഞങ്ങൾ കേരളത്തെ ഇസ്ലാമിക സ്റ്റേറ്റായി പ്രഖ്യാപിക്കാമെന്ന് പരസ്യമായിട്ട് പ്രസംഗിക്കുന്ന പ്രസംഗം നമ്മൾ യൂട്യൂബിൽ കാണാം. നിങ്ങൾ ഹൈന്ദവ ഡോക്ടർമാരുടെ അടുത്ത് പോകരുത്, മുസ്ലിം ഡോക്ടർമാരുടെ അടുത്ത് മാത്രമേ പോകാവൂ എന്നുള്ള വീഡിയോ, മുജാഹിദ് ബാലുശ്ശേരിയുടെയൊക്കെ വീഡിയോ സജീവമാണ് യൂട്യൂബിൽ. അവർ പറയുന്നത് 50 വർഷം കൊണ്ട് ഇന്ത്യ ഞങ്ങൾ ഇസ്ലാമിക രാജ്യമാക്കും എന്നുള്ളതാണ്. പറയുന്നതല്ല, അതിനനുസരിച്ച് അവർ പ്രവർത്തിക്കുന്നുമുണ്ട്. പറയുന്നതനുസരിച്ച് അവർ പ്രവർത്തിക്കുന്നുമുണ്ട്. അതിൻ്റെ സ്വഭാവം കാശ്മീരിലായിരുന്നു. കാശ്മീരിൽ നട്ടലുള്ളൊരു ഭരണാധികാരി വന്നപ്പോൾ കാശ്മീരിൻ്റെ പല നിയമങ്ങളും അങ്ങ് എടുത്തു കളഞ്ഞു, 370 കളഞ്ഞു. നോർത്ത് ഇന്ത്യയിൽ മുത്തലാഖ് നിയമം വഴി ഇല്ലായ്മ ചെയ്തു. പക്ഷേ കേരളത്തിലെ സർക്കാർ ഇല്ലായ്മ ചെയ്യുകയും മാത്രമല്ല, ഇക്കൂട്ടർക്ക് വളം വെച്ച് കൊടുക്കുന്ന ഒരവസ്ഥാവിശേഷമുണ്ട്. അത് ഇടതായാലും വലതായാലും BJP ആയാലും ഒക്കെ തന്നെയും ഒരു പ്രീണന സ്വഭാവം അവരിൽ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. ഈ സമൂഹത്തിൻ്റെ വോട്ട് കിട്ടിക്കഴിഞ്ഞാലേ എനിക്ക് നിലനിൽപ്പുള്ളൂ എന്നുള്ള ഒരു അബദ്ധധാരണ. അതുകൊണ്ട് തന്നെയാണ് 1960 ശേഷം 1921 നടന്ന മുഴുവൻ ക്രൂരതകളും മായ്ച്ച് വെള്ളപൂശി മിനുക്കിയെടുക്കാൻ ഇടതനും വലതനും ഒരുപോലെ ശ്രമിച്ചത്. അങ്ങനെ വെള്ളപൂശി അതിന് ഡോക്ടറേറ്റ് എടുക്കുകയും ഈ പറയുന്ന വാര്യംകുന്നൻ എന്ന് പറയുന്ന ആളെ ഒരു ഹീറോ ആക്കി. ആരായിരുന്നു വാര്യംകുന്നൻ? വാര്യംകുന്നൻ എന്ന് പറഞ്ഞ വാര്യംകുന്നൻ്റെ കുടുംബം, വാര്യംകുന്നൻ അടക്കമുള്ളവർ ക്രിമിനലുകളായിരുന്നു എന്ന് ബ്രിട്ടീഷ് രേഖകൾ, അവർക്ക് മോഷണമായിരുന്നു പണി എന്ന് പറയുന്നു. അതായത് സർക്കാർ കൊണ്ടുവരുന്ന, അന്ന് പോസ്റ്റ് ഓഫീസിലേക്ക് പണം വന്നത് ഒരു പോസ്റ്റ് ഓഫീസിൽ നിന്ന് കാളവണ്ടിയിൽ സഞ്ചിയിൽ വലിയ ബാഗിലാക്കിയിട്ടാണ് പണവും കാര്യങ്ങളും വന്നിരുന്നത്. ഇത് കൊള്ളയടിക്കലായിരുന്നു പോലും ഇദ്ദേഹത്തിൻ്റെ കുടുംബ തൊഴിൽ. അതേപോലെ തന്നെ മാർക്കറ്റിൽ പോയി പ്രശ്നം ഉണ്ടാക്കുക, മാല പറിക്കുക, ഇങ്ങനെയുള്ള കേസുകളിൽപ്പെട്ട് പല പ്രാവശ്യം നാട് കടത്തപ്പെട്ട കുടുംബമായിരുന്നു ഈ പറയുന്ന നേതാവിൻ്റെ കുടുംബം എന്ന് രേഖ പറയുന്നു. ഇദ്ദേഹം ഖിലാഫത്ത് പ്രസ്ഥാനവുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല എന്ന് മാധവൻ നായർ സാക്ഷ്യപ്പെടുന്നു. മാധവൻ നായർ ഇദ്ദേഹത്തെ കാണുന്നത്, ഇദ്ദേഹം 2 കൊലപാതകം നടത്തിയിട്ടുണ്ട്. ഈ പറയുന്ന ഹീറോ കൊന്നത് 70 വയസ്സുള്ള കളവനെയാണ്. ചേക്കുട്ടി സാഹിബ് പോലീസ് ഓഫീസർ, മുൻ പോലീസ് ഓഫീസറായിരുന്നു. തൻ്റെ കുടുംബത്തോട് അനീതി കാണിച്ചു എന്ന്, അല്ലെങ്കിൽ ഇവരെ അറസ്റ്റ് ചെയ്തൽപ്പെട്ട ആളായിരിക്കണം ഈ ചേക്കുട്ടി സാഹിബ്. ആ 70 വയസ്സുകാരൻ്റെ വൃദ്ധനെ നെഞ്ചിലേക്ക് വെടിയുതിർത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ മടിയിൽ കിടക്കുമ്പോൾ പോയി ഈ കോഴിയെ അറക്കുന്നത് പോലെ വാളെടുത്ത് അറുത്ത് തല കുന്തത്തിൽ കുത്തി മഞ്ചേരിക്ക് നടന്ന മാന്യനാണ് ഈ പറയുന്ന സ്വാതന്ത്ര്യ സമര സേനാനി. ഒന്ന് ആലോചിച്ച് നോക്കണം. ഗാന്ധിജി നടത്തിയ, സുഭാഷ് ചന്ദ്രബോസ് നടത്തിയ ആ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ഈ മനുഷ്യനെ കൂട്ടിച്ചേർക്കപ്പെടുമ്പോൾ നമ്മുടെ അഭിമാനം എവിടെ എത്തി നിൽക്കുന്നു എന്ന് ആലോചിക്കണം. കേവല വോട്ടിനു വേണ്ടി അദ്ദേഹം 2 കൊലപാതകമാണ് രേഖയിൽ കണ്ടിട്ടുള്ളത്. ഒന്ന് ഒരു ഹൈദ്രു ഹാജിയെ. ഈ ഹൈദ്രു ഹാജി ഒരു വൈദ്യരായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകനെ ഈ മാപ്പിളക്കാർ വിളിച്ചു കൊണ്ടുപോയി അവരുടെ കൂട്ടത്തിൽ ചേർത്തു. അത് അവിടെ വന്നൊരു പോലീസുകാരന് പറഞ്ഞു, എൻ്റെ ആകെ കൂടിയുള്ളൊരു മോനാണ്, അവനെ അവർ പിടിച്ചുകൊണ്ടുപോയി എന്ന് പറഞ്ഞത് ആരോ കേട്ട് വാര്യംകുന്നിൻ്റെ അടുത്ത് പറഞ്ഞു. ഉടനെ വാര്യംകുന്നിന് ആളെ വിട്ട് വിചാരണ ചെയ്ത് ഈ മനുഷ്യനെ പച്ചയായി മുന്നിൽ വെച്ച് കുനിച്ചു നിർത്തി വെടിവെച്ചു കൊന്നു. പിന്നെ അദ്ദേഹം പറഞ്ഞെന്താ, അദ്ദേഹം കൊലപാതകത്തിൽ ഒന്നും പോയിട്ടില്ല, സത്യമാണ്. അദ്ദേഹം എല്ലാവരെയും പറഞ്ഞു വിട്ടു. അങ്ങനെയാണ് ഇന്നും അങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. അതായത് ബ്രിട്ടീഷുകാരുടെ തോക്കിൽ നിന്ന് വരുന്ന വെടിയുണ്ടകൾ എന്തായി പോകും? വെള്ളമായി പോകുന്നു, അല്ലെങ്കിൽ പഞ്ഞിയായി പോകും. നിങ്ങളെ മേത്ത് കൊള്ളൂല. തങ്ങന്മാർ നിങ്ങളുടെ കൂടെയുണ്ട്, ജിന്നുകൾ നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങൾ പൊയ്ക്കോ. പാവപ്പെട്ട ഒന്നും അറിയാത്ത മുസ്ലിങ്ങൾ ഈ തോക്കിൻ്റെ മുമ്പിലേക്ക്, യന്ത്രത്തോക്കിൻ്റെ മുമ്പിലേക്ക് ചാടി വീണു. 400 എണ്ണം മരിച്ചു. അതേപോലെ തന്നെയാണ് വാര്യംകുന്നൻ്റെ നേതൃത്വത്തിൽ പാണ്ടിക്കാട് ചന്തയിൽ ക്യാമ്പടിച്ചിരുന്ന
ഗൂർഖ പട്ടാളത്തെ വകവരുത്താൻ 80ഓളം വരുന്ന ഗൂർഖ പട്ടാളത്തെ വകവരുത്താൻ വേണ്ടി 2000 പേര് പോയി. മാപ്പിളമാർ അരമണിക്കൂർ കൊണ്ട് 400 പേരെ വെട്ടി വീഴ്ത്തി. ആകെ 2 ഗൂർഖയെ മരിച്ചുള്ളൂ. ബാക്കി 400 ശവശരീരങ്ങൾ മാപ്പിളമാരത് വീണു. എല്ലാവരും ഓടിപ്പോയി. ഇതാണ് യുദ്ധം. നിങ്ങൾ ലിസ്റ്റ് എടുത്ത് നോക്കൂ. ഇത് ബ്രിട്ടീഷുകാരനെതിരായിട്ടുള്ള സമരമായിരുന്നെങ്കിൽ എത്ര ബ്രിട്ടീഷുകാർ മരിക്കണം? ചുരുങ്ങിയത് 100, വേണ്ട 50, വേണ്ട 25, ഇല്ല 10 താഴെ മാത്രമേ ബ്രിട്ടീഷുകാർ മരിച്ചിട്ടുള്ളൂ. കേവലം 10 താഴെ മാത്രം ബ്രിട്ടീഷുകാർ മരിച്ച ആ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരാണോ കൂടുതൽ, അതോ കൊല്ലപ്പെട്ടത് ഹിന്ദുക്കളാണോ മുസ്ലിങ്ങളാണോ? ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടതിന് കണക്കില്ല. അതിന് ഒരു പ്രധാനപ്പെട്ട കൊല്ലപ്പെട്ട ഇടമാണ് എന്ത്? തുവ്വൂർ കിണർ. നിങ്ങളൊക്കെ കേട്ട് കാണും. എന്താണ് തുവ്വൂർ കിണർ? ഒരു കുന്നിൻ പുറത്തുള്ള ഒരു കിണറാണ്. ആ കിണറിലേക്ക് 10-50 ഹിന്ദുക്കളെ കൊണ്ടുപോയി വിചാരണ ചെയ്ത് ഓരോരുത്തരെയായി കിണറിൻ്റെ വക്കത്ത് നിർത്തി തല വെട്ടി കിണറ്റിലേക്ക് ഇട്ടു. എല്ലാവരും മരിച്ചില്ല. ചിലർ 2-3 ദിവസം ജീവനോടെ ഇരുന്നു. വാവിട്ട് കരഞ്ഞു. ചുറ്റുമുള്ള ഗ്രഹങ്ങളിൽ രാത്രി കാലങ്ങളിൽ കരച്ചിലിൻ്റെ ആ രോദനം ഇങ്ങനെ അലയടിച്ചു കൊണ്ടിരുന്നു. ഒരാളും തിരിഞ്ഞു നോക്കിയില്ല. 3-ാം ദിവസം വന്നു. ജീവനുള്ള ഒരുത്തനെ വലിയ കമ്പ് കുത്തിയിട്ട് മൂർച്ച കൂട്ടിയിട്ട് മുള കൊണ്ട് കുത്തി കൊന്നു. എന്നിട്ടും മരിക്കാത്ത പിന്നെ ഒരാളെ കിണറ്റിൽ ഇറങ്ങി വെട്ടിക്കൊന്നു. ഏത് ശവശരീരങ്ങളിലൂടെ 2-3 ദിവസം കിടന്ന ആളെ, അജീവച്ഛവമായ ആ മനുഷ്യനെ വെട്ടിക്കൊന്നു, കുത്തിക്കൊന്നു. എന്തൊരു നല്ല സ്വാതന്ത്ര്യ സമരമല്ലേ! ഇങ്ങനെയാണോ സ്വാതന്ത്ര്യ സമരം? ഇതിനെയാണോ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത്? ഇത് നിങ്ങൾ കേട്ടത് തുവ്വൂർ കിണർ മാത്രമാണ്. വേറെ നാഗാളിക്കാവുണ്ട് ഇവിടെ. നാഗാളിക്കാവിലെ കുളത്തിൽ കിണറിൽ എത്ര പേരുണ്ടെന്ന് ആർക്കും അറിയില്ല. അതിൽ നിന്ന് ഇതേപോലെ രക്ഷപ്പെട്ട് മരണത്തോട് മല്ലടിച്ച് 8 കിലോമീറ്റർ നടന്ന് ഇഴഞ്ഞ് എത്തിയ ഒരു ആൾ റിപ്പോർട്ട് ചെയ്തതിന് ശേഷമാണ് അവിടെ അങ്ങനെ സംഭവം നടന്നത് ബ്രിട്ടീഷുകാർ പോലും അറിഞ്ഞത്. അവർ ചെല്ലുമ്പോഴത്തേക്ക് നിലം പരിശായിരുന്നു. ആ തറവാട്ടിലെ ക്ഷേത്രങ്ങൾ, ക്ഷേത്രങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് എത്ര ക്ഷേത്രങ്ങളാണ് തകർക്കപ്പെട്ടത്. ഈ ക്ഷേത്രങ്ങൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് എതിരായിരുന്നു. ശ്രീരാമൻ്റെ അമ്പലം സ്വാതന്ത്ര്യത്തെ എതിർത്തിട്ടുണ്ടോ? ഗണപതിയുടെ അമ്പലം സ്വാതന്ത്ര്യത്തെ എതിർത്തിട്ടുണ്ടോ? ഭദ്രകാളി ക്ഷേത്രങ്ങൾ സ്വാതന്ത്ര്യത്തെ എതിർത്തിട്ടുണ്ടോ? അപ്പം ഈ സ്വാതന്ത്ര്യ സമരത്തിന് എന്തിനാണ് ഈ ക്ഷേത്രങ്ങൾ തകർത്തത്? ക്ഷേത്രങ്ങൾ തകർക്കുക മാത്രമല്ല, ആ വിഗ്രഹങ്ങളുടെ മേലിൽ മൂരിയുടെ കുടൽമാല കൊണ്ടുപോയിട്ടു. 1ഉം 2ഉം സാധിച്ചു വിഗ്രഹങ്ങളുടെ മേലെ. ഞാൻ പറയുന്നതല്ല കേട്ടോ, ചരിത്രത്തിൽ രേഖപ്പെടുത്തിയതാണ്. വിഗ്രഹങ്ങൾ ഇന്നും ആ ക്ഷേത്രങ്ങൾ പുനരുദ്ധരിക്കപ്പെട്ടിട്ടില്ല. കാട് പിടിച്ച് കിടപ്പുണ്ട് ഈ പറയുന്ന മലബാറിൻ്റെ വള്ളുവനാടിൻ്റെ മണ്ണിൽ അനേകം ക്ഷേത്രങ്ങൾ. അപ്പോൾ ഇത് സ്വാതന്ത്ര്യ സമരമാണോ? ചിന്തിക്കുക. ഇത് സ്വാതന്ത്ര്യ സമരമാണോ? ചിന്തിക്കുക. ഇങ്ങനെയാണോ സ്വാതന്ത്ര്യം നേടിത്തരാൻ ഗാന്ധിജി പറഞ്ഞത്? ക്ഷേത്രങ്ങൾ തകർക്കുകയും സ്ത്രീകളെ ബലാത്സംഗം ചെയ്തതിൻ്റെ കഥ പറയുമ്പോൾ ആ കാഴ്ച ഇപ്പോഴും മനസ്സ് മാറുന്നില്ല. അതായത് ഒരു സ്ത്രീയെ അവൻ്റെ ഭർത്താവിൻ്റെ മുമ്പിൽ വെച്ച്, അച്ഛൻ്റെ മുമ്പിൽ വെച്ച് ബലാത്സംഗം ചെയ്യുക. ഇത് കണ്ടു നിൽക്കാൻ സഹിക്കാൻ പറ്റാതെ അവർ കണ്ണടച്ചു. 2 പേരും കണ്ണ് കൂട്ടി അടച്ചപ്പോൾ വാൾത്തുമ്പ് കൊണ്ട് അവരുടെ കണ്ണ്, ആ കൺപോള ഇങ്ങനെ തുറന്ന് പിടിച്ചിട്ട് ബലാത്സംഗം ചെയ്തു. 2 പേര് ഈ പറയുന്ന ആളുകളുടെ കണ്ണ് തുറന്ന് പിടിച്ച് കാണട എന്ന് പറഞ്ഞിട്ട് ബലാത്സംഗം. ഇതാണോ സ്വാതന്ത്ര്യ സമരം? ഇവർക്കാണോ ഈ പറയുന്ന സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് പട്ടികയിൽ ഇടം നൽകിയിട്ട് താമ്രപത്രം നൽകേണ്ടുന്നത്? ഇവരെയാണോ വീരന്മാരായിട്ട് ആരാധിക്കേണ്ടത്? സമൂഹത്തോട് ചോദിക്കുന്ന ചോദ്യം ഇത് അലി അക്ബർ ചോദിക്കുന്നതല്ല. അനുഭവിച്ച കുടുംബങ്ങളുടെ, അവരുടെ ഉള്ളിലെ നെരിപ്പോട്, അവരുടെ അപ്പൂപ്പൻ്റെ മരണം, അവരുടെ സ്വന്തം അമ്മൂമ്മയുടെ മരണം, അത് കണ്ടു നിന്ന ആ സമൂഹത്തിൻ്റെ പിന്തലമുറക്കാരുടെ നെഞ്ചിലേക്ക് ഒരു എരിത്തി വീഴുന്നുണ്ട്. ഇന്ന് കേൾക്കുന്നു 1921 ഞങ്ങൾ ഊരിയ വാളുകൾ കടലിൽ എറിഞ്ഞിട്ടില്ല, അതിപ്പോഴും പ്രവർത്തനക്ഷമമാണ് എന്നൊരു സമൂഹം വിളിച്ചു പറയുന്നുണ്ടെങ്കിൽ 1921 സംഭവിച്ചത് എന്താണെന്ന് അവർ തന്നെ നമുക്ക് വ്യക്തമാക്കി തരുന്നു. ഹൈന്ദവ സമൂഹം ചിതറിക്കിടക്കുന്ന, പല ജാതികളായി ചിതറിക്കിടക്കുന്നത് കൊണ്ടാണ് ഇന്ന് ഈ പറയുന്ന രാഷ്ട്രീയക്കാർക്ക് ഇത്
പറയാൻ കഴിയുന്നത്. അല്ലെങ്കിൽ അവരൊരു സമൂഹമായി നിന്നിരുന്നെങ്കിൽ ഇവിടുത്തെ ഒരു നേതാവും പറയില്ലായിരുന്നു. അവരൊരു വോട്ട് ബാങ്കായി നിന്നിരുന്നെങ്കിൽ ഇവിടുത്തെ ഒരു നേതാവും ഇത് സ്വാതന്ത്ര്യ സമരമാണെന്ന് പറയില്ലായിരുന്നു. ഏറ്റവും കൂടുതൽ ഈ 1921 കാര്യത്തിൽ വിഷലിപ്തമായിട്ടുള്ള ചരിത്രം സൃഷ്ടിച്ചത് കമ്മ്യൂണിസ്റ്റുകളാണെന്ന് പറഞ്ഞാൽ നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. ഏറ്റവും കൂടുതൽ കമ്മ്യൂണിസ്റ്റുകളാണ് ഇതിനെ വെള്ളപൂശാൻ ശ്രമിച്ചത്. അതിൻ്റെ കൂടെ ആ വോട്ട് അങ്ങോട്ട് പോകുമോ എന്ന് കരുതി കോൺഗ്രസ്സുകാരും വെള്ളപൂശാൻ ശ്രമിച്ചു. അന്ന് നായന്മാരുടെ നെഞ്ചിലേക്ക് വാള് കുത്തിയിറക്കിയ അവരുടെ സ്മാരകം പണിയാൻ ഇന്ന് മുരളീധരനെ പോലുള്ള കോൺഗ്രസ്സുകാർ ഓടിച്ചെല്ലുന്നത് കാണുമ്പോൾ നമുക്ക് ഉള്ളിൽ വേദന തോന്നും. ഞാൻ പറയുന്നത് പോലെ പറയുന്ന ആൾ ഒളിച്ചു നിൽക്കാൻ നമുക്ക് കാലം ഇനി ആവർത്തിക്കാൻ പാടില്ല. ഈ പറയുന്ന ലഹള ഇനി ആവർത്തിക്കാൻ പാടില്ല. ഇത് ആവർത്തിക്കാൻ പാടില്ല. നമുക്ക് സമന്മാരായി ജീവിക്കണം. എൻ്റെ വിശ്വാസം എൻ്റേത്, നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടേത് എന്ന രീതിയിലേക്ക് പോകണമെന്നാണ് എന്നെപ്പോലുള്ളവരുടെ സമൂഹത്തിൻ്റെ ആവശ്യം. ആ ആവശ്യത്തിലേക്ക് സമൂഹം വരണം. അന്നത്തെ വൃത്തികേട് കാണിച്ച സമൂഹത്തെ അല്ലെങ്കിൽ ആ വ്യക്തികളെ നമ്മൾ ഗ്ലോറിഫൈ ചെയ്യാൻ പാടില്ല. നമ്മളതേ പറയുന്നുള്ളൂ. മുസ്ലിങ്ങളെല്ലാം മോശമാണെന്ന് പറയുന്നില്ലേ? നേരത്തെ പറഞ്ഞു കൊണ്ടോട്ടി തങ്ങൾ ഒരുപാട് മുസ്ലിങ്ങൾ, നല്ല മുസ്ലിങ്ങളുണ്ടായിരുന്നു. അവരൊക്കെ നമുക്ക് വാഴ്ത്തിപ്പാടാം. അന്ന് സമരം ജയിലിൽ മരിച്ച ഒരു ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നു, കോൺഗ്രസ്സുകാരൻ. അദ്ദേഹത്തിൻ്റെ സ്മാരകം ഇവരാരും പണിതിട്ടില്ല, ഒരു കോൺഗ്രസ്സുകാരനും പണിതിട്ടില്ല. പകരം വാര്യംകുന്നൻ്റെ സ്മാരകം പണിയാനാണ് എല്ലാവർക്കും ഓട്ടം. അത് വോട്ടാണ്. അവരെ ഇങ്ങനെ സുഖിപ്പിച്ച് നിർത്തണം. അതാണ് കാര്യം. പൊതുസമൂഹം ഇത് ചർച്ച ചെയ്യണം. ഈ ചരിത്രത്തിലൂടെ പൊതുസമൂഹം പോകണം. അങ്ങനെ പൊതുസമൂഹം പോകുമ്പോൾ മാത്രമേ ഇതിൻ്റെ സത്യാവസ്ഥ ഓരോരുത്തർക്കും ബോധ്യപ്പെടുള്ളൂ. അല്ലാതെ ഇപ്പം അടുത്ത കാലത്ത് എഴുതിയ ചരിത്രങ്ങളല്ല വായിക്കേണ്ടുന്നത്. നിങ്ങൾ ആ വീടുകളിലേക്ക് ഇന്നും അവശേഷിപ്പുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ മുറിപ്പാടുകൾ ഇന്നും ഈ തറവാടുകളിൽ അവശേഷിപ്പുണ്ട്. ആ തറവാടുകൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. അവിടുത്തെ രണ്ടാം തലമുറ ജീവിച്ചിരിക്കുന്നു. കേട്ടവർ ജീവിച്ചിരിപ്പുണ്ട്. കണ്ടവർ മരിച്ചു പോകുന്നതുവരെ ഇവർ മിണ്ടിയില്ല, ചരിത്രത്തെ മാറ്റി എഴുതിയില്ല. മാധവൻ നായർ പോയി ഈ ലഹളയിൽപ്പെട്ട മുഴുവൻ ആളുകളും മരിച്ചു തീർന്നപ്പോഴാണ് പുതിയ ചരിത്രവും കൊണ്ട് ഈ ആധുനിക ചരിത്രകാരന്മാർ വന്നത്. അതുവരെയും ഇവർ മിണ്ടിയില്ല. കേരള ശബ്ദത്തിൽ ഘണ്ടശ വന്നിട്ടുണ്ട്. അന്ന് എങ്ങനെയാണ് കൊന്നത്, ആ കൊന്ന കാഴ്ചയിൽ കണ്ടവർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയുന്നതല്ല, പഴയ കേരള ശബ്ദത്തിൽ എടുത്തു നോക്കൂ, കേരള ശബ്ദത്തിലുണ്ട്. അന്ന് ഇവിടെ ജീവിച്ചവരെന്ന് എഴുതി വെച്ച ഡയറി കുറിപ്പുകൾ അതേപോലെയുണ്ട്. മഷി പടരാതെ വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്നു. ആ പുസ്തകങ്ങൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് ഇവിടെ നമ്മുടെ മുമ്പിൽ. പുസ്തകങ്ങളൊന്നും പോയിട്ടില്ല. കുറെ ഈ പറയുന്ന ചരിത്രകാരന്മാർ നശിപ്പിച്ചു സത്യാവസ്ഥ. ഇന്ന് തുവൂർ കിണർ ഹിന്ദുവിൻ്റെ ചേതനയറ്റ ദിവസങ്ങളോളം അലറി വിളിച്ച കിണർ ഇന്ന് ഈ കൊന്നവരാരോ ആ വിഭാഗത്തിൻ്റെ കയ്യിലാണ് എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം. ഹിന്ദുവിനൊരു സ്മാരകവും ഉണ്ടായില്ല. ക്രിസ്ത്യാനിക്ക് ഒരു സ്മാരകം ഉണ്ടായി. ക്രിസ്ത്യാനികൾ അനുഭവിച്ചതൊക്കെ ക്രിസ്ത്യാനികൾക്കറിയാം. വെറും ഹിന്ദു വിരോധം മാത്രമല്ല, തങ്ങളുടേതല്ലാതെ എല്ലാ മതത്തോടും അവർ വിരോധം വെച്ച് പുലർത്തിയിരുന്നു. അതുകൊണ്ടാണല്ലോ നായാടികളെ വരെ കൊന്നത്. നായാടി ജീവിക്കുന്ന വനവാസികളെ വരെ കണ്ടിടത്ത് പിടിച്ചു കൊണ്ടുപോയി കാട്ടിൽ വെച്ച് വെട്ടിക്കൊന്നു. എന്നിട്ട് അവരുടെ പെൺകുട്ടികളെയും തോളത്തേറ്റിപ്പോയി. ഇതും ഞാൻ ചരിത്രത്തിൽ വായിച്ചതാണ്, ഇല്ലാത്തതല്ല. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്ത ഒരു 5-6 മാസം കൊണ്ട് ഇത്രയും അധികം ക്രൂരതകൾ വരുത്തിയ ആ കാലഘട്ടത്തെക്കുറിച്ച് ഞങ്ങൾക്ക് അറിയില്ല, അതല്ലെങ്കിൽ വേറെ ഇതാണ് കഥ എന്ന് പറഞ്ഞു വന്നാൽ നമ്മൾ വിശ്വസിക്കണം. ഇന്ന് ലോകം മുഴുവൻ ഇത് ചർച്ച ചെയ്യുന്നു. ആ ചർച്ചയ്ക്ക് ഒരു പക്ഷെ കാരണം ഞാനായിരിക്കാം. കാരണം പൃഥ്വിരാജ് നായകനാക്കിക്കൊണ്ട് ആരായിട്ട്, വാര്യംകുന്നനായിട്ട് 70 വയസ്സുള്ള 65-68 വയസ്സുണ്ട്, പല്ലുണ്ടോ എന്ന് സംശയമാണ് എന്നാണ് മാധവൻ നായർ എഴുതിയത്. ആ വ്യക്തിയെ നായകനാക്കിയിട്ട് പൃഥ്വിരാജ് അഭിനയിക്കുന്ന ഒരു ഹീറോ സിനിമ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, യഥാർത്ഥ മുഖം ഞാൻ കൊണ്ടുവരും. അങ്ങനെ പൊതുജനങ്ങൾ തന്ന പണം കൊണ്ടാണ് ഞാൻ സിനിമ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഇതൊക്കെ പഠിക്കേണ്ടി വന്നത്. നമ്മൾ പഠിക്കുക. ഇനി വരാനിരിക്കുന്ന ആപത്തുണ്ട്. ഇന്ന് അഫ്ഗാനിസ്ഥാനിലെങ്കിൽ നാളെ അത് കേരളത്തിലാണ് എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോയാൽ സമൂഹത്തിന് നല്ലത്. അവർ ഉറങ്ങിയിട്ടില്ല. ഇപ്പോൾ പറയുന്നുണ്ട് സ്ലീപ്പിംഗ് സെല്ലല്ല, അവർ വേക്കപ്പായിട്ട് നിൽക്കുന്ന സെല്ലാണ്, ഉണർന്നിരിക്കുന്ന സെല്ലുകളാണ്. അതുകൊണ്ടാണ് നമ്മുടെ മുഖ്യമന്ത്രിക്ക് പറയുന്നത് സ്ലീപ്പിംഗ് സെല്ലില്ല,
സത്യമാണ്, സ്ലീപ്പിംഗ് സെല്ലല്ല, ഉണർന്നിരിക്കുന്ന സെല്ലുകളാണ്. ആ ഭീകരവാദത്തിൻ്റെ വേരുകൾ ഇപ്പോഴും വേരറ്റു പോയിട്ടില്ല. ആ വേരുകൾ സജീവമായി കേരളത്തിലുണ്ട്, ഇന്ത്യയുടെ പല ഭാഗത്തുമുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് കേരളത്തിലാണ് എന്നുള്ള ഓർമ്മ വേണം. ഓടാൻ തയ്യാറായി നിൽക്കണം. അന്ന് പള്ളികളിൽ ബാങ്ക് വിളി ഉണ്ടായിരുന്നില്ല, പകരം ഡ്രം അടിക്കുകയായിരുന്നു, നഗാരം മുട്ടുക എന്ന് പറയും. അന്ന് പ്രത്യേക താളത്തിൽ നഗാരം മുട്ടിയപ്പോൾ എല്ലാ മുസ്ലിങ്ങളും ഓടിക്കൂടി. ഹിന്ദുക്കൾക്ക് ഓടിക്കൂടാൻ അങ്ങനെ നഗാരവും ഇല്ല, ശംഖും ഉണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് വിഭജിക്കുന്ന ആ ഹിന്ദു സമൂഹത്തിനെ ഇവിടെ നിന്ന് പലായനം ചെയ്യിക്കാനും വെട്ടിക്കൊല്ലാനും മതം മാറ്റാനും കഴിഞ്ഞത്. മതം മാറ്റിയതിനുള്ള തെളിവ് അന്നത്തെ ആര്യ സമാജം പ്രവർത്തകർ കുറിച്ചു വെച്ച കുറിപ്പിലുണ്ട്, പേരുകളുണ്ട്, അവരുടെ ഫോട്ടോസ് ഉണ്ട്. തിരിച്ച് ഹിന്ദു മതത്തിലേക്ക് കൊണ്ടുവന്നവരുടെ വലിയ നിരകളുടെ ഫോട്ടോകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ മതം മാറ്റൽ നടന്നെങ്കിൽ അത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമാണോ എന്ന് ഇവർ പറയണം, നമ്മോട് വാദിക്കുന്നവർ പറയണം. കൊലപാതകം നടന്നിട്ടുണ്ടെങ്കിൽ അത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പേരിലാണോ? ഈ ചാലിയക്കാരെ 100ഓളം വീടുകൾ ഒരുമിച്ച് തീയിട്ടത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമാണോ? അവരൊക്കെ ബ്രിട്ടീഷുകാരെ, ഇനി ബ്രിട്ടീഷുകാരെ സഹായിച്ചു കഴിഞ്ഞാലും ഇങ്ങനെ തല വെട്ടി കുന്തത്തിൽ കുത്തിയിട്ട് നടക്കുന്നതാണോ നമ്മുടെ സ്വാതന്ത്ര്യ സമരം എന്നും ചോദിക്കണം. ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങളുടെ ഉള്ളിലേക്കും വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ചെറുത്തുനിൽപ്പ് ആവശ്യമാണ്. ഈ ചരിത്രത്തോട് വഞ്ചന കാട്ടുന്നവരോട് പറയണം, ഇതല്ല സത്യമായ ചരിത്രം, ആ ചരിത്രം ഞങ്ങൾക്കറിയാം, സഖാവേ നേതാവേ എന്ന് പറയാൻ ജനങ്ങൾ മടിക്കരുത് എന്നാണ് എൻ്റെ അപേക്ഷ. നന്ദി, നമസ്കാരം. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ അലി അക്ബറിലൂടെ മലബാർ കലാപത്തിൻ്റെ ചരിത്രം കേൾക്കുകയായിരുന്നു. ഒരുപക്ഷെ കേട്ടപ്പോൾ നിങ്ങളുടെ മനസ്സിൽ തോന്നിയിട്ടുണ്ട്, ഇത് കേൾക്കേണ്ട കാര്യമുണ്ടോ, ഇതെന്തുകൊണ്ടാണ് ഇത് ഞങ്ങളോട് പറഞ്ഞത്? ഞങ്ങളുടെ മനസ്സ് വിഷമിക്കുന്നല്ലോ, വേദനിക്കുന്നല്ലോ, ഭയം വരുന്നല്ലോ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് സത്യം തിരിച്ചറിഞ്ഞ് നിങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയം ആഗതമായിരിക്കുകയാണ്. കാരണം നമ്മുടെ ചുറ്റുപാടുകൾ 1921 പോലൊരു സാഹചര്യം ചുറ്റുപാടും രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ അടയാളങ്ങൾ നമ്മൾ പല സ്ഥലങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ നമുക്ക് കാണാത്ത മട്ടിൽ നമ്മൾ നമ്മുടേതായ പ്രാർത്ഥനകളും 8 നോയമ്പിൽ നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളും വെച്ച് പ്രാർത്ഥിച്ച് കടന്നു പോകാം. പക്ഷെ അങ്ങനെ പോയാൽ നാളെ നമ്മുടെ സമുദായവും കാണുമെന്ന് പറയാൻ പറ്റത്തില്ല. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ പടയോട്ടത്തിൻ്റെ അല്ലെങ്കിൽ തിന്മയുടെ ആധിപത്യം വന്നപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട അമ്മമാർ പ്രാർത്ഥിച്ചതുപോലെ നാം ഒരു പ്രാർത്ഥനയുടെ മുന്നേറ്റം കുറിക്കേണ്ടിയിരിക്കുന്നു. ആ പ്രാർത്ഥന നമ്മൾ സംരക്ഷിക്കപ്പെടാൻ വേണ്ടി മാത്രമല്ല, മറിച്ച് ഈശോ ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങളെ കൊല്ലുന്ന ഏവനും താൻ ദൈവത്തിന് ബലിയർപ്പിക്കുന്നു എന്ന് കരുതുന്ന സമയം വരുന്നു. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, താലിബാൻ പോലുള്ള ഭീകര സംഘടനകൾ എവിടെ അവർ മനുഷ്യരെ കൊല്ലുമ്പോഴും അവരെ സംബന്ധിച്ചുള്ളത് കൊലയല്ല, അവരുടെ ദൈവം പ്രസാദിക്കാൻ വേണ്ടി ചെയ്യുന്ന കൃത്യമായ നന്മയായിട്ടാണ് അവർ കരുതുന്നത്. ഇപ്രകാരം ഇവർ ചെയ്യാൻ കാരണത്തെക്കുറിച്ചും ഈശോ പറയുന്നുണ്ട്. 16:3 അവിടെ പറയുന്നു, അവർ എന്നെയോ പിതാവിനെയോ അറിയാത്തത് കൊണ്ടാണ് ഇപ്രകാരം ചെയ്യുന്നത്. യേശുവിനെ അറിയാത്തത് കൊണ്ട്, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം എന്തെന്ന് അറിയാത്തത് കൊണ്ടാണ് ഈ സമൂഹം, ഈ തീവ്രവാദ ഗ്രൂപ്പുകൾ ഇപ്രകാരം തിന്മ പ്രവർത്തിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എന്നെ നിങ്ങളെയും ദൈവം വിളിച്ചിരിക്കുന്നത് ഇവരെ സുവിശേഷവൽക്കരിക്കാനാണ്. മർക്കോസ് 16:15 നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുവിൻ. ഈശോയുടെ കൽപ്പനയാണ്. പലപ്പോഴും നമ്മൾ സുവിശേഷം കൊടുക്കുന്ന കാര്യം ശ്രദ്ധിക്കാറില്ല. കാരണം സുവിശേഷമാണ് മനുഷ്യനെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നത്. ഒരു വ്യക്തിക്ക് വസ്ത്രം കിട്ടിയാൽ, ഭക്ഷണം കിട്ടിയാൽ, അല്ലെങ്കിൽ വിദ്യാഭ്യാസവും പാർപ്പിടം കൊടുത്താലും ക്രിസ്തുവിന് കിട്ടാത്തിടത്തോളം കാലം അവൻ പ്രാകൃത മനുഷ്യനായി അല്ലെങ്കിൽ തിന്മ നിറഞ്ഞ വ്യക്തിയായിട്ട് തന്നെ തുടരും. അതിൻ്റെ ഉദാഹരണമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ ചുറ്റുപാടും കാണുന്നത്. നമ്മുടെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ധാരാളം അഭയാർത്ഥികളെ നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹത്തെ സ്വീകരിക്കുന്നു, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു, പാർപ്പിടം കൊടുക്കുന്നു, വിദ്യാഭ്യാസം കൊടുക്കുന്നു, ജോലി കൊടുക്കുന്നു, നമ്മുടെ സമ്പത്ത് പങ്കുവെച്ച് കൊടുക്കുന്നു. പക്ഷേ നമ്മൾ ഒരു കാര്യം കൊടുക്കാതെ പോകുന്നുണ്ട്, ക്രിസ്തുവിനെ കൊടുക്കാതെ പോകുന്നു. അപ്രകാരം ക്രിസ്തുവിനെ കൊടുക്കാതെ പോകുമ്പോൾ അവർ
ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്, ലെബനോൻ്റെ ചരിത്രം പഠിപ്പിക്കുന്നത്, അവർ ആ ഗ്രൂപ്പ് ശക്തിപ്പെടുന്നു, അവർ ക്രിസ്തീയതയെ തുടച്ചു നിൽക്കാനായിട്ട് മുന്നോട്ടിറങ്ങുന്നു, അതിന് എന്ത് തിന്മയും അവർ പ്രവർത്തിക്കുന്നു. അതിനാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ 8 നോയമ്പിൻ്റെ വരും ദിവസങ്ങളിൽ പ്രാർത്ഥിക്കേണ്ടത് യഥാർത്ഥ ദൈവത്തെ കാണിച്ചു കൊടുക്കുവാൻ, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പുത്രനായ യേശുവിൻ്റെ രക്ഷയും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗം കൂട്ടായ്മയും അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കാനുള്ള അനേക ശുശ്രൂഷകർ കേരള സഭയിൽ രൂപപ്പെടുവാൻ, കേരള സഭയിലൂടെ ലോകത്തെ സുവിശേഷവൽക്കരിക്കുവാൻ അനേക വേലക്കാർ രൂപപ്പെടേണ്ടിയിരിക്കുന്നു. ക്രിസ്തു പറഞ്ഞു, വിളവധികം വേലക്കാർ ചുരുക്കം, വിളവിൻ്റെ നാഥനോട് വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കുവാൻ പ്രാർത്ഥിക്കുവിൻ. അതിനാൽ നമുക്ക് ഇന്നത്തെ ആരാധനയും തുടർന്നുള്ള പ്രാർത്ഥനകളും ഇതായിരിക്കട്ടെ. നമ്മുടെ സഭയിൽ നിന്ന് ധാരാളം വൈദികർ, സിസ്റ്റേഴ്സ്, അൽമായ ശുശ്രൂഷകർ, യുവതിവാക്കൾ, കുട്ടികൾ ഈ സമൂഹത്തെ സുവിശേഷവൽക്കരിക്കുവാൻ, കർത്താവിനായി ജീവിതം സമർപ്പിക്കുവാൻ അവരായിരിക്കുന്ന ചുറ്റുപാടുകളിൽ ഇറങ്ങി ജനത്തിൻ്റെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന്, തീവ്രവാദ ഗ്രൂപ്പുകളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ക്രിസ്തുവിനെ കൊടുക്കുവാൻ, ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുവാൻ. അതോടൊപ്പം അഭയാർത്ഥികൾക്ക് നമ്മൾ എല്ലാം കൊടുക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടമായ ക്രിസ്തുവിനെ കൂടെ കൊടുക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി ഈ ആരാധന നിമിഷങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അതിനാൽ പ്രിയപ്പെട്ടവരെ, നമ്മളെ ഉപദ്രവിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ പൂർവികരെ ദേശത്തെ കലാപത്തിലേക്ക് നയിച്ച് ദേശം അഗ്നിക്കരയാക്കിയവരോട് ഒരിക്കലും വെറുപ്പോ വിദ്വേഷമോ പാടില്ല. അവർ ഇപ്രകാരം ചെയ്യാൻ കാരണം ക്രിസ്തുവിനെയും പിതാവായ ദൈവത്തെയും അറിയാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഇന്നത്തെ പ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവരോട് ക്ഷമിക്കണം. കുരിശിൽ ഈശോ തന്നെ ദ്രോഹിച്ചവരോട് എല്ലാം ക്ഷമിക്കുകയാണ് ചെയ്തത്. അതുപോലെ ഇവർ ചെയ്യുന്നതെന്നറിയില്ല, ഇവരോട് ക്ഷമിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നമ്മുടെ മധ്യത്തിൽ എഴുന്നള്ളി വരുമ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ അവനെ സ്നേഹിച്ച് അവന് വേണ്ടി ജീവിച്ച് മരിക്കുവാൻ, അവൻ്റെ നാമം പ്രഘോഷിച്ച് മരിക്കുവാൻ ഇടവരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. യേശു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആത്മനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനെ ജീവനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കുഞ്ഞാടേ ആത്മനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനെ ജീവനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയാ 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 ആമേൻ. ഹല്ലേലൂയാ 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 ആമേൻ. എവിടെയാണെങ്കിൽ ദൈവസന്നിധിയിൽ ഈശോയുടെ നാമം ഏറ്റുപാടി ശക്തിയോടെ പാടി പ്രാർത്ഥിക്കാം. ഉദ്ധതനായവനേ യേശുരാജനേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ലോകരക്ഷകനേ പാപമോചകനേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയാ 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 ആമേൻ. ഹല്ലേലൂയാ 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 ആമേൻ.
പരിശുദ്ധമ്മയോട് ചേർന്ന് ഹല്ലേലൂയ പാടാം. ഹല്ലേലൂയ 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 ആമേൻ. എല്ലാ വിശുദ്ധരോടും മാലാഖമാരോട് ചേർന്ന് ഹല്ലേലൂയ 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 ആമേൻ. ലോകം മുഴുവൻ പീഡനം അനുഭവിക്കുന്ന സഭയോട് ചേർന്ന് ഹല്ലേലൂയ 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 ആമേൻ. എല്ലാ രക്തസാക്ഷികളോട് ചേർന്ന് ദൈവത്തെ ആടിപ്പാടി സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ. ഈശോയുടെ മുമ്പിൽ നമ്മളെ തന്നെ നമുക്ക് പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ കഴിഞ്ഞ മണിക്കൂറിൽ കേട്ട ചരിത്രത്തിലൊരു സംഭവമാണ്. 1921 എന്താണ് സംഭവിച്ചത്? ആ കാലഘട്ടങ്ങളിൽ കേരളത്തിൽ മലബാർ മേഖല നടന്ന കലാപത്തെക്കുറിച്ച് നമ്മൾ കേൾക്കുകയായിരുന്നു. ഒരു പക്ഷേ ഇത് കേട്ടപ്പോൾ ഇതൊക്കെ സത്യമാണോ എന്ന് സംശയം തോന്നിയിട്ടുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, സത്യമായ കാര്യമാണ് നിങ്ങളോട് അലി അക്ബർ പറഞ്ഞു തന്നത്. ചരിത്രത്തിൻ്റെ യഥാർത്ഥ സത്യം നിങ്ങളുടെ മുമ്പിൽ തുറന്നു വെക്കുകയാണ്. ഒരു പക്ഷേ ഇത് കേട്ടപ്പോൾ നമ്മുടെ ഉള്ളിൽ ആ കലാപത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തികളോട് ചിലപ്പോൾ രോഷം വരിക, ദേഷ്യം വരിക സ്വാഭാവികമാണ്. എന്നാൽ ഒരു സത്യം നമ്മൾ തിരിച്ചറിയണം. അവരിപ്രകാരം ചെയ്യാൻ കാരണം അവർ വിശ്വസിക്കുന്ന ഒരാശയമാണ്. അതുകൊണ്ടാണ് ബൈബിൾ ഇപ്രകാരം പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ അതിന് 2-ാം വാക്യത്തിൽ ഈശോ കൃത്യമായിട്ട് പറഞ്ഞു, അവർ നിങ്ങളെ സിനഗോഗുകളിൽ നിന്ന് പുറത്താക്കും. നിങ്ങളെ കൊല്ലുന്ന ഏവനും താൻ ദൈവത്തിന് ബലിയർപ്പിക്കുന്നു എന്ന് കരുതുന്ന സമയം വരുന്നു. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ഇപ്രകാരം കലാപം നടത്തുമ്പോൾ അവരാരെ വധിക്കുമ്പോഴും അവർ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ നാമം അവർ ഏറ്റുപറയുന്നു. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അനേക വ്യക്തികളെ കൂട്ടക്കൊല ചെയ്യുമ്പോഴും അതിക്രൂരമായി ജനങ്ങളെ മർദ്ദിക്കുകയും ദ്രോഹിക്കുകയും വേദനിപ്പിക്കുകയും കൊല്ലുകയും ചെയ്യുമ്പോഴും അവർ ദൈവത്തെ ഏറ്റുപറയുന്നു, ആ ദൈവത്തെ സ്തുതിക്കുന്നു. ഈശോ പറഞ്ഞു, ഇവരെല്ലാം ഇപ്രകാരം ചെയ്യാൻ കാരണം അവർ അന്ധകാരത്തെ പ്രകാശമെന്ന് കണ്ട് തിന്മയെ നന്മയായി കണ്ടുകൊണ്ട് ചെയ്യാൻ കാരണത്തെക്കുറിച്ച് ബൈബിളിൽ 3-ാം വാക്യത്തിൽ പറയുന്നു. അവർ പിതാവിനെയോ എന്നെയോ അറിഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് ഇത് ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഈ 1921 കലാപത്തിന് നേതൃത്വം കൊടുത്തവർ ഇന്ന് ലോകമെമ്പാടും അനേക വ്യക്തികളെ, അനേക ക്രിസ്തീയ സഭകളെ ഇല്ലായ്മ ചെയ്യുന്ന അനേക തീവ്രവാദ ഗ്രൂപ്പുകളുണ്ട്. ഇന്നലെ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഒത്തിരി കേട്ടതാണ്. അവരെല്ലാം അങ്ങനെ ചെയ്യാൻ കാരണം അവർ ക്രിസ്തുവിനെയും ദൈവത്തെയും അറിയാത്തത് കൊണ്ടാണ്. നമുക്കവരെ ഈശോയുടെ മുമ്പിലേക്ക് സമർപ്പിക്കാം. നമുക്കിപ്പോൾ അവരെ സ്നേഹിക്കാൻ ആഗ്രഹിക്കാം. സ്നേഹിക്കാം പ്രിയപ്പെട്ടവരെ. ഈശോ കുരിശിൽ കടന്നപ്പോൾ തന്നെ ഉപദ്രവിച്ചവരോട്, തന്നെ കളിയാക്കിയവരോട്, തന്നെ ചാട്ടുവാറടിച്ച് ശരീരം മുഴുവൻ മുറിവേൽപ്പിച്ചവരോട് ഈശോ നോക്കിയിട്ട് പറഞ്ഞു, പിതാവായ ദൈവമേ, ഇവർ ചെയ്യുന്നതെന്നറിയില്ല, ഇവരോട് ക്ഷമിക്കണമേ. അതിനാൽ നമുക്ക് ഈ മലബാർ കലാപത്തിന് നേതൃത്വം കൊടുത്ത, അല്ലെങ്കിൽ ഇന്നും അതുപോലെയുള്ള കലാപങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർ, കേരളത്തിൽ, നമ്മുടെ പശ്ചാത്തലത്തിൽ, നമ്മുടെ സമൂഹത്തിൽ ഈ തിന്മയെ ഇഷ്ടപ്പെടുന്നവർ, അവരെല്ലാം ദൈവത്തിൻ്റെ പക്കലേക്ക് കൊടുത്തുകൊണ്ട് അവരെ വെറുക്കാൻ ഈശോ ഒരിക്കലും നമ്മളെ പഠിപ്പിക്കുന്നില്ല. മറിച്ച് ശത്രുക്കളെ സ്നേഹിക്കുവിൻ, അവർക്ക് വേണ്ടി, പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഈശോ പറഞ്ഞത്. അപ്പോഴാണ് നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി മാറുന്നത്. സ്നേഹത്തോടുകൂടി നമ്മുടെ ഉള്ളിൽ ഈ സംഭവങ്ങളെല്ലാം കേട്ടപ്പോൾ ഏതെങ്കിലും വെറുപ്പോ വിദ്വേഷമോ ഉള്ളിലെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈശോ ക്ഷമിച്ചതുപോലെ അവരോട് ക്ഷമിക്കുവാൻ തയ്യാറാകാം. ഈരടി പാടി അവരെല്ലാം സ്നേഹിച്ചുകൊണ്ട് പാടി നമുക്ക് പ്രാർത്ഥിക്കാം. കുരിശിലെന്നീശോ
ക്ഷമിച്ചതുപോലെ ഞാനും ക്ഷമിച്ചിടുന്നു. കുരിശിലെന്നീശോ ക്ഷമിച്ചതുപോലെ ഞാനും ക്ഷമിച്ചിടുന്നു. ഇവരോട് പൊറുക്കേണമേ, ഇവരറിയാതെ ചെയ്തതെല്ലാം. ഇവരോട് പൊറുക്കേണമേ, ഇവരറിയാതെ ചെയ്തതെല്ലാം. നമുക്ക് ഈശോയുടെ മുമ്പിലേക്ക് സാധിക്കുമെങ്കിൽ കരങ്ങൾ നീട്ടിപ്പിടിക്കാം. ഈരടി ഒരിക്കൽ കൂടി പാടുമ്പോൾ ഈ അടുത്ത നാളിൽ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയും ടി വിയിലൂടെയും മാധ്യമങ്ങളിലൂടെയും എല്ലാം ഇതുപോലെ ഒത്തിരിയേറെ തിന്മ ചെയ്യുന്ന പടങ്ങളും ചിത്രങ്ങളും സംഭവങ്ങളും നമ്മൾ നേരിട്ട് കണ്ട് മീഡിയയിലൂടെ. അപ്പോഴെല്ലാം നമ്മുടെ ഉള്ളിൽ കടുത്ത വിദ്വേഷം വന്നു. ഈ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഈ തിന്മ ചെയ്യുന്നവർ നശിക്കുവാൻ ഒരുപക്ഷെ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട്. അവർ ഈ ഭൂമിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ വധിക്കപ്പെടേണ്ടവരാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് അങ്ങനെ പറയാൻ നമുക്ക് അനുവാദമില്ല. ഈശോ പറഞ്ഞു, നിങ്ങളാരെയും വിധിക്കരുത്, നിങ്ങളാരെയും വിധിക്കരുത്. അവരപ്രകാരം ചെയ്യാൻ കാരണം അവർ എന്നെയോ എൻ്റെ പിതാവിനെയോ അറിയാത്തത് കൊണ്ടാണ്. സ്നേഹത്തോടെ ഈശോയുടെ പങ്കിലെ കരങ്ങൾ നീട്ടി നമ്മുടെ ഉള്ളിൽ ഈ തീവ്രവാദ ഗ്രൂപ്പിനോട് എന്തെങ്കിലും വിദ്വേഷമോ വെറുപ്പോ ഉണ്ടെങ്കിൽ, നേതൃത്വം നൽകുന്ന വ്യക്തികളോട് കലിയുണ്ടെങ്കിൽ സമർപ്പിച്ച് ഒരിക്കൽ കൂടി ഈരടി പാടി നമുക്ക് പ്രാർത്ഥിക്കാം. കുരിശിലെന്നീശോ ക്ഷമിച്ചതുപോലെ ഞാനും ക്ഷമിച്ചിടുന്നു. ഇവരോട് പൊറുക്കേണമേ, ഇവരറിയാതെ ചെയ്തതെല്ലാം. ഇവരോട് പൊറുക്കേണമേ, ഇവരറിയാതെ ചെയ്തതെല്ലാം. സ്നേഹത്തോടെ അവരെല്ലാം ഈശോയുടെ മുമ്പിൽ അവരുടെ കൈകൾ കോർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി കർത്താവിന് മുമ്പിൽ നമുക്ക് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, അവർക്കൊരു പക്ഷേ യേശുവിനെ അറിയാത്തത് കൊണ്ട് അനുതപിക്കുവാനോ ഏറ്റുപറയുവാനോ ഒന്നും അറിയത്തില്ല. അവർ തിന്മയെ നന്മയായി കണ്ടാണ് ചെയ്യുന്ന. പ്രിയപ്പെട്ടവരെ, അപ്രകാരം കൊല ചെയ്യുമ്പോൾ, കലാപം നടത്തുമ്പോൾ അവർ വിശ്വസിക്കുന്ന ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നാണ് അവർ കരുതുന്നത്. സ്നേഹത്തോടുകൂടി അവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നമുക്ക് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, കരുണ തോന്നണമേ. കർത്താവേ, അറിഞ്ഞും അറിയാതെയും സഹജീവികളെ വേദനിപ്പിച്ചതിന്, ഇല്ലായ്മ ചെയ്ത എല്ലാ ഗ്രൂപ്പുകളോടും കരുണ തോന്നണമേ എന്ന് പാടി പ്രാർത്ഥിക്കാം. കരുണ തോന്നണേ, കരുണ തോന്നണേ യേശുവേ, അവരോട് കരുണ തോന്നണേ. ചേർന്ന് പാടാം. കരുണ തോന്നണേ, കരുണ തോന്നണേ യേശുവേ, അവരോട് കരുണ തോന്നണേ. ഈശോയുടെ മുമ്പിലേക്ക് ചെറുതും എല്ലാവരെയും നമുക്ക് സമർപ്പിക്കാം. പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവരെ, ആ കാലഘട്ടങ്ങളിൽ, പ്രത്യേകിച്ച് മലബാർ കലാപനാളുകളിൽ വധിക്കപ്പെട്ടവരുണ്ട്. അവരുടെ മക്കൾ, കൊച്ചുമക്കളൊക്കെ ഇപ്പോൾ ഈ കേരളക്കരയിൽ എവിടെയൊക്കെയോ ഉണ്ട്. അവരുടെ എല്ലാം ഉള്ളിൽ കിടക്കുന്ന കഠിനമായ പകയും വിദ്വേഷവും ഉണ്ട്. അതെല്ലാം നമുക്ക് ഈശോയിൽ സമർപ്പിക്കാം. ദൈവമേ,
അവർക്ക് വേണ്ടിയും കൂടെ ദൈവസന്നിധിയിൽ കരുണയ്ക്ക് വേണ്ടി അവരുടെ ഉള്ളിലേക്ക് സ്നേഹം നിറയുവാൻ, കരുണയുടെ സ്നേഹം നിറയുവാൻ പാടി നമുക്ക് പ്രാർത്ഥിക്കാം. കരുണ തോന്നണേ, കരുണ തോന്നണേ, യേശുവേ അവരോട് കരുണ തോന്നണേ. ചേർന്ന് പാടാം. കരുണ തോന്നണേ, കരുണ തോന്നണേ, യേശുവേ അവരോട് കരുണ തോന്നണേ. സ്നേഹത്തോടെ ഈശോയുടെ മുമ്പിലേക്ക് എല്ലാം ഉയർത്തിക്കൊണ്ട് നമുക്ക് അവരെല്ലാം സ്നേഹിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ദിവികാരുണനാഥനെ സ്വതന്ത്രമായിട്ടൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, ദൈവമേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ നന്ദി പറയും. യേശുവേ ആരാധന, ദൈവമേ സ്തുതിക്കുന്നു. വീണ്ടും ഈശോയുടെ മുമ്പിൽ പ്രത്യേകിച്ച് മലബാർ കലാപത്തിൽ മരിച്ചുപോയ എല്ലാവരെയും ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട സഹചര് എല്ലാ വിധത്തിൽ ക്രിസ്ത്യനും എല്ലാ മേഖലയിലുള്ളവർ വധിക്കപ്പെട്ടിട്ടുണ്ട്. അനേകർ ഒറ്റവരെയും ഉടയവരെയും നിന്ന് മാറ്റപ്പെട്ടു പോയി. അവരെ പ്രിയപ്പെട്ടവർ വധിക്കപ്പെട്ടു. അവരെ പ്രിയപ്പെട്ടവർ ഒരുപക്ഷെ ഈ പ്രിയപ്പെട്ടവർ എല്ലാ വിധത്തിലും നശിപ്പിക്കപ്പെട്ടവരുണ്ട്. അവരെല്ലാം നമുക്ക് ഓർക്കാം. അങ്ങനെ മരണം വഴി വേർപെട്ടു പോയ എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, അവരെ നിത്യ സൗഭാഗ്യത്തിലേക്ക് ചേർക്കപ്പെടുവാൻ, യേശുവിൻ്റെ സ്നേഹം തിരിച്ചറിയുവാൻ, യേശുവിനെ അറിയാതെ കടന്നുപോയവർ അവർക്ക് വേണ്ടിയും ദൈവസന്നിധിയിൽ പാടി പ്രാർത്ഥിക്കാം. ക്രിസ്തു സാക്ഷി ആയദീനാ രക്തസാക്ഷിയായിത്തീർന്ന ഞങ്ങളുടെ പൂർവികർക്കായി പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ. ഈശോയുടെ മുമ്പിലേക്ക് എല്ലാവരും നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ പ്രിയപ്പെട്ട പൂർവികരുണ്ട്. അതോടൊപ്പം കേരളക്കരയിൽ അനേക വ്യക്തികളുണ്ട്. അതോടൊപ്പം ഈ അടുത്ത നാളുകളിലെല്ലാം ഇതുപോലെ കലാപത്തിൽ മരിച്ചു പോയവർ, അനേകർ ക്രിസ്തുവിൻ്റെ വിശ്വസിക്കുന്നതിൻ്റെ പേരിൽ മാത്രം വധിക്കപ്പെട്ടവർ, അവരെല്ലാം ഈശോയിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈരടി പാടി നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തു സാക്ഷിയായദീനാ രക്തസാക്ഷിയായിത്തീർന്ന ഞങ്ങളുടെ പൂർവികർക്കായി പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ. ഈശ്വരമ്പിലേക്ക് കൈകൾ നീട്ടി പിടിച്ചുകൊണ്ട് ഒരുപക്ഷെ നമുക്ക് ഈ ക്ലാസ്സിലൂടെ കേട്ടപ്പോൾ ഒത്തിരിയേറെ ഓർമ്മകൾ വന്ന് കാണാം. ഒരുപക്ഷെ ഇങ്ങനെ ആയിരിക്കും. അങ്ങനെ മനസ്സിൽ കൂടെ കടന്നുപോയ എല്ലാ ചിന്തകളെയും ഈശ്വര പക്കലേക്ക് ഉയർത്തിക്കൊണ്ട് നിറകണ്ണുകളോടെ ഒരിക്കൽ കൂടി പാടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ക്രിസ്തു സാക്ഷി ആയദീനാ രക്തസാക്ഷിയായിത്തീർന്ന ഞങ്ങളുടെ പൂർവികർക്കായി
പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ദേശത്ത് അല്ലെങ്കിൽ ആ കാലഘട്ടങ്ങളിൽ ഇപ്രകാരം തിന്മ സംഭവിക്കാൻ കാരണം, ഇങ്ങനെയുള്ള കലാപങ്ങളും മൃഗീയമായ കൊലപാതകങ്ങളും നടക്കാൻ കാരണം, ഈശോ കൃത്യമായി പറഞ്ഞു, അവർ എന്നെയോ എൻ്റെ പിതാവിനെയോ അറിയാത്തത് കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നു, മർക്കോസ് 16:15 നമ്മൾ വായിക്കുന്നു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുവിൻ, പങ്കുവെക്കുവിൻ, പറയുവിൻ. ഒരുപക്ഷെ നമ്മൾ ക്രിസ്തുവിനെക്കുറിച്ച് പറയാത്തത് കൊണ്ടായിരിക്കാം ഈ ജനസമൂഹം ഇതുവരെയും ഈ അന്ധകാരത്തിൽ കഴിയാൻ കാരണം. ഇന്നും നമ്മുടെ കേരളത്തിൽ ഇങ്ങനൊരു സമൂഹം തിന്മ ചെയ്യുവാൻ, തിന്മയെ മഹത്വവൽക്കരിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ, സത്യം തിരിച്ചറിയുക, അവർ ക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ല. ക്രിസ്തുവിനെ കൊടുക്കേണ്ടവരായ നമ്മൾ, പ്രഘോഷിക്കേണ്ടവരായ നമ്മളിത് കൊടുക്കാത്തത് കൊണ്ടാണ്. നമ്മുടെ ഈശോയുടെ മുമ്പിൽ, ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ, ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ കാണുമ്പോൾ ഞങ്ങളുടെ ഉള്ളിലേക്ക് ഒഴുകുന്നു. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ ആരാധന നിമിഷങ്ങളിൽ ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഈ ജനക്കൂട്ടത്തെ നോക്കിയിട്ടാണ് പറഞ്ഞത്, വിളവധികം, വേലക്കാരെ ചുരുക്കം. വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കുവാൻ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവാൻ. കർത്താവെ, 8 നോയമ്പിലെ പ്രാർത്ഥന ഇതായിട്ട് മാറട്ടെ. പ്രിയപ്പെട്ടവരെ, ഈശോ വളരെ വേദനയോടുകൂടി ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവരിടയിലില്ലാത്ത ആടുകളെ പോലെ ചതറിക്കപ്പെടുന്നതായി കണ്ടു. ഈശോ അവരെ നോക്കിയിട്ട് പറഞ്ഞു, വിളവധികം, വേലക്കാരോ ചുരുക്കം. വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കുവാൻ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവാൻ. നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ തീവ്രവാദ ഗ്രൂപ്പ്, താലിബാൻ പോലെയുള്ള തീവ്രവാദ ഗ്രൂപ്പുകളെ ക്രിസ്തുവിനെ പകർന്നു കൊടുക്കുവാൻ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് അവർ കൈപിടിച്ച് ഉയർത്തുവാൻ അനേക വേലക്കാരെ ഉണർത്തണമേ, അനേക വേലക്കാരെ തരണമേ. സഭയിൽ, ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ അനേക വൈദികരെ ഉണരുവാൻ, സിസ്റ്റേഴ്സ് ഉണരുവാൻ, ആത്മായ ശുശ്രൂഷകൾ ഉണരുവാൻ. ഇവിടെ നമ്മുടെ ഉണർവിലൂടെയുള്ളൂ ഇതിനെല്ലാം ഉത്തരവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പീഡിത സഭയെ കാണുമ്പോൾ, തകർക്കപ്പെടുന്ന സമൂഹത്തെ കാണുമ്പോൾ നമ്മൾ അല്പനേരം കരയുന്നു, പ്രാർത്ഥിക്കുന്നു. ആ തിന്മ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു. ആ ആവർത്തനം ഒഴിവാക്കണമെങ്കിൽ അവർ ക്രിസ്തുവിനെ അറിയണം. ക്രിസ്തുവിനെ അറിയുമ്പോഴാണ് രൂപാന്തരണം, പുതിയ വ്യക്തിയായിട്ട് മാറ്റപ്പെടുന്നത്. അതിനാൽ കർത്താവെ, ഇവരെ നേടുവാൻ അനേക ശുശ്രൂഷകരെ തരണമേ, അനേക വൈദികരെ ഉണരട്ടെ, അനേക സിസ്റ്റേഴ്സ് ഉണരട്ടെ, അനേക ആത്മായ ശുശ്രൂഷകർ, യുവതി യുവാക്കൾ, കുട്ടികളെല്ലാം കർത്താവെ, ഈ ലോകത്ത് നടമാടിക്കൊണ്ടിരിക്കുന്ന ഈ ഭീകര പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നവരെ നിനക്ക് വേണ്ടി നേടിയെടുക്കുവാൻ സാവൂൾ പൗലോസ് ആയതുപോലെ പുതിയ പൗലോസുമാർ ഈ ദേശത്ത് ഉദയം ചെയ്യുവാനായിട്ട് ഒരു പുതിയ അഭിഷേകത്തിന് വേണ്ടി, പുതിയൊരു ഉണർവിന് വേണ്ടി നമുക്ക് പാടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, നീ പോകാൻ കൊതിക്കുന്ന ദേശത്തേക്കെന്നെ അയക്കണമേ. ഈശോ തൻ 2ാം വരവിനു മുൻപായി സർവരും ഈശോയിലൊന്നാകുവാൻ. പരിശുദ്ധാത്മാവേ, നീ പോകാൻ കൊതിക്കുന്ന ദേശത്തേക്കെന്നെ അയക്കണമേ. ഈശോ തൻ 2ാം വരവിനു മുൻപായി സർവരും ഈശോയിലൊന്നാകുവാൻ. നമുക്ക് സ്നേഹത്തോടുകൂടി ലോകമെമ്പാടുമുള്ള, പ്രത്യേകിച്ച് കേരളത്തിലെ അവരായിരിക്കുന്ന ഇടങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ പരിശുദ്ധ അമ്മ യേശുവിനെ സ്വീകരിച്ച് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചപ്പോൾ അവൾ തിടുക്കത്തിൽ എവിടെയാണോ ശുശ്രൂഷ ആവശ്യമുള്ളത് അവിടേക്ക് എലിസബത്തിന് അടുക്കലേക്ക് പോയി ശുശ്രൂഷ ചെയ്തു. ഇതേപോലെ ഈ കാലഘട്ടങ്ങളിൽ പ്രിയപ്പെട്ടവരെ, സഭയുടെ എല്ലാ മക്കളും
സഭയുടെ സമ്പത്തും സ്ഥാപനങ്ങളും എല്ലാ കഴിവുകളും ആത്മാക്കളെ നേടുവാൻ, പ്രത്യേകിച്ച് ഈ ലെവലിൽ തിന്മയെ മഹത്വവൽക്കരിക്കുന്ന, തിന്മയെ നന്മയായി കരുതുന്ന വ്യക്തികളെ നേടുവാൻ. കാരണം അവർ വിചാരിക്കുന്നത് അവർ ചെയ്യുന്നതെല്ലാം ദൈവത്തിന് ബലിയർപ്പിക്കുന്നതാണ്. യഥാർത്ഥ സത്യത്തിലേക്ക് അവർ വരുവാൻ ഒരിക്കൽ കൂടി പാടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, നീ പോകാൻ കൊതിക്കുന്ന ദേശത്തേക്കെന്നെ അയക്കേണമേ. ഈശോ തൻ രണ്ടാം വരവിനു മുൻപായി സർവരും ഈശോയിലൊന്നാകുവാൻ. പ്രിയപ്പെട്ടവരെ, ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നു. പ്രത്യേകിച്ച് അഫ്ഗാനിസ്ഥാനിൽ അമേരിക്ക 20 വർഷം അവർക്ക് വസ്ത്രം കൊടുത്തു, പാർപ്പിടം കൊടുത്തു, വിദ്യാഭ്യാസം കൊടുത്തു, എല്ലാം കൊടുത്തു. പക്ഷേ അവരുടെ ഹൃദയങ്ങളെ സ്വാധീനിക്കുവാനോ ഹൃദയങ്ങളിൽ മാറ്റം വരുത്തുവാനോ ഇടവന്നില്ല. അതിനാൽ തീവ്രവാദ ഗ്രൂപ്പ് വന്നപ്പോൾ അവിടെയുള്ള ജനങ്ങൾ പോലും അതിന് വിധേയപ്പെട്ടു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. സമർപ്പിക്കാം. നമുക്ക് ഈ സമൂഹത്തിന് കൊടുക്കേണ്ട ഒരേ ഒരു കാര്യം കർത്താവായ യേശു ക്രിസ്തുവിനെയാണ്. അതിന് കൊടുക്കുവാൻ ഒരിക്കൽ കൂടി പാടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, നീ പോകാൻ കൊതിക്കുന്ന ദേശത്തേക്കെന്നെ അയക്കേണമേ. ഈശോ തൻ രണ്ടാം വരവിനു മുൻപായി സർവരും ഈശോയിലൊന്നാകുവാൻ. നിങ്ങളെവിടെയാണെങ്കിലും സാധിക്കുമെങ്കിലും മുട്ടുമേൽ നിന്നുകൊണ്ട് ദീപികാനാഥൻ ആശീർവാദം സ്വീകരിക്കുകയാണ്. ഈ ആശീർവാദം സ്വീകരിക്കുമ്പോൾ നമുക്ക് ലോകമെമ്പാടുമുള്ള പ്രത്യേകിച്ച് തീവ്രവാദ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആ വ്യക്തികളെയും അവരുടെ സമൂഹത്തെയും നമുക്ക് സ്നേഹിക്കാം. അവർക്ക് ക്രിസ്തുവിനെ പകർന്നു കൊടുക്കുവാൻ പ്രേക്ഷിതരായി എന്നെ അയക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശീർവാദം നമുക്ക് സ്വീകരിക്കാൻ ഒരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരിൽ. നിർമ്മലരാ ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ആരാധന 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 ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യേശ്വരയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യേശ്വരയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യേശ്വരയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.